to start our topic IUPAC nomenclature. So അടുത്ത ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ള IUPAC nomenclature എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും GIBക്ക് പ്രിപ്പയർ ചെയ്യായിരിക്കും, നീറ്റ് എക്സാമിന് മെയിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു വരുന്നു. അപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും കോൺസെപ്റ്റുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? Sheri. So let's start with nomenclature of alkanes. Let's start with nomenclature of alkanes. One moment. Continue. All right. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് nomenclature of alkanes ലാണ്. Nomenclature of alkanes. എങ്ങനെയാണ് ഒരു ആൽക്കെയിനെ നെയിം ചെയ്യുക? നമുക്കതിൻ്റെ ബേസിക് ആയിട്ട് 5 റൂളുകളാണുള്ളത്. ആ 5 റൂളുകൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, യു ആർ ഹാവിങ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്യുക? ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതുപോലെയാണോ പാരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്യുക, അതോ ഇതുപോലെയാണോ പാരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്യുക? വിച്ച് ഇസ് ദ റൈറ്റ് വേ ഓഫ് സെലക്ടിങ് ദ പാരൻറ്റ് ചെയിൻ? ഫസ്റ്റ് വേ ഓർ സെക്കൻഡ് വേ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ, ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്യുക? നമ്മൾ നോക്കുന്ന സമയത്ത് 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പം പാരൻറ്റ് ചെയിനിൽ 5 കാർബണാണുള്ളത്. 1 2 3 4 5 6 ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പാരൻറ്റ് ചെയിനിൽ 6 കാർബൺ ആറ്റമാണുള്ളത്. ഏതാണ് റൈറ്റ് വേ ഓഫ് ചൂസിങ്? ദിസ് ഈസ് ദ റൈറ്റ് വേ ഓഫ് ചൂസിങ് ആൻഡ് ദിസ് ഈസ് ദ റോങ് വേ ഓഫ് ചൂസിങ്. സോ വാട്ട് ഈസ് ദ റൂൾ നമ്പർ 1? While naming alkane, select the longest chain as parent chain or principal chain. That is rule number 1. Okay, what is rule number 1? Select the longest chain. Select the longest chain as parent chain. Select the longest chain as parent chain. എപ്പോഴും ആൽക്കെയിനുകൾ നെയിം ചെയ്യുന്ന സമയത്ത് ലോങ്സ്റ്റ് ചെയിൻ ആണ് നിങ്ങൾ പാരന്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു റൂൾ നമ്പർ 2. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് കരുതാം. എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, like this. So which is the right way of choosing the parent chain? ഇതാണോ പാരൻറ്റ് ചെയിൻ, അതോ ഇങ്ങനെയാണോ നിങ്ങൾ പാരൻറ്റ് ചെയിനെ സെലക്ട് ചെയ്യാം? വിച്ച് ഈസ് ദ റൈറ്റ് വേ ഓഫ് സെലക്ടിങ് ദ പാരൻറ്റ് ചെയിൻ? ഫസ്റ്റ് വേ ഓർ സെക്കൻഡ് വേ? അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുക? ഇവിടെ നമ്മൾ നോക്കുമ്പം 1 2 3 4 5 6 7 8 പാരൻറ്റ് ചെയിനിൽ 8 കാർബൺ ആണുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിലോ 1 2 3 4 5 6 7 8 പാരൻറ്റ് ചെയിനിൽ 8 കാർബൺ ആണുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിലും പാരൻറ്റ് ചെയിനിൽ 8 കാർബൺ ആണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിലും പാരൻറ്റ് ചെയിനിൽ 8 കാർബൺ ആണ്. സോ വിച്ച് ഈസ് ദ റൈറ്റ് വേ ഓഫ് ചൂസിങ്? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പാരൻറ്റ് ചെയിന് ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ അല്ലേ? നമ്മളിവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 3ാമത്തെ കാർബണിൽ എന്ത് വരുന്നുണ്ട്? ഒരു ലോക്കൻ്റ് വരുന്നുണ്ട്. അവിടെ മാത്രമേ ഒരു ബ്രാഞ്ചിങ് വരുന്നുള്ളൂ. അതേസമയം ഇതാണ് നമ്മുടെ പാരൻറ്റ് ചെയിനെങ്കിലോ, ഇതാണ് നമ്മുടെ പാരൻറ്റ് ചെയിനെങ്കിൽ 2-ൽ ഒരു ലോക്കൻ്റ് വരുന്നുണ്ട്, അതുപോലെ 3-ലും എന്ത് വരുന്നുണ്ട്? ഒരു ലോക്കൻ്റ് വരുന്നുണ്ട്. സോ ഇഫ് 2 ചെയിൻ കംസ് ഓഫ് സെയിം ലെങ്ത്, select the chain having more number of branches as the parent chain. If 2 chain have equal length, select the chain having more number of branches as the parent chain. So second way is the right way of choosing. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താ പറഞ്ഞത്? while naming an alkane, always select the longest chain as parent chain. എന്താ രണ്ടാമത്തെ റൂള്? If 2 chain comes of same length, if 2 chains are having same length, then select the chain having more number of branches as the parent chain. അതാണ് റൂൾ നമ്പർ 2. ഇനി റൂൾ നമ്പർ 3യിലേക്ക് പോവാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ഹൗ ഡു യു നമ്പർ? എങ്ങനെയാണ് നമ്പർ ചെയ്യുക? 1 2 3 4 5 എന്നാണോ നമ്പർ ചെയ്യുക, അതോ 1 2 3 4 5 എന്നാണോ നമ്പർ ചെയ്യുക? വിച്ച് ഇസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിങ്? ഫസ്റ്റ് വേ ഓർ സെക്കൻഡ് വേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. സെക്കൻഡ് വേ ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിങ് ആൻഡ് ദിസ് ഇസ് ദ റോങ് വേ ഓഫ് നമ്പറിങ്. അവിടെ എന്താ റൂള്? നമ്പറിങ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ലോക്കൻ ഷുഡ് ഗെറ്റ് ലോവർ നമ്പർ. Numbering should be done in such a way that lockant should get lower number. That is the third rule. അല്ലേ? 4ാമത്തെ റൂളിലേക്ക് കിടക്കാം. 4ാമത്തെ റൂള്, നിങ്ങളുടെ കോമ്പൗണ്ട് ഇതാണ്. സപ്പോസ് യു ആർ ഹാവിങ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് യു ഹാവ് ലോക്കൻസ് അറ്റ് ദീസ് പോയിൻറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, and yes, okay,
ഇനി ഞാനിതിന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണോ നമ്പർ ചെയ്യുക അതോ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണോ നമ്പർ ചെയ്യുക? വിച്ച് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ് ആൻഡ് വിച്ച് ഈസ് ദ റോങ് വേ ഓഫ് നമ്പറിംഗ്? പറയൂ ചാറ്റ് ബോക്സിൽ. ഏതാണ് കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ്, ഏതാണ് തെറ്റായ വേ ഓഫ് നമ്പറിംഗ്? ഫസ്റ്റ് വേ ആണോ സെക്കൻഡ് വേ ആണോ കറക്റ്റ്? നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലോക്കൻ്റ് നോക്കുകയാണ്. ഫസ്റ്റ് ലോക്കൻ്റ് എവിടെയാണ് വരുന്നത്? ഇവിടെ 2ലാണ് ഫസ്റ്റ് ലോക്കൻ്റ് വരുന്നത്, ഇവിടെയും 2ലാണ് ഫസ്റ്റ് ലോക്കൻ്റ് വരുന്നത്. ഫസ്റ്റ് ലോക്കൻ്റ് രണ്ട് സ്ഥലത്തും സെയിം ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെക്കൻഡ് ലോക്കൻ്റ് നോക്കണം. ഇവിടെ സെക്കൻഡ് ലോക്കൻ്റ് എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ലോക്കൻ്റ് 4ലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ സെക്കൻഡ് ലോക്കൻ്റ് എവിടെയാണ് വരുന്നത്? 3ലാണ് വരുന്നത്. മതി, കഴിഞ്ഞു. സെക്കൻഡ് ലോക്കൻ്റ് ലോവർ നമ്പർ കിട്ടുന്നത് ഇവിടെയാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ്, ദിസ് ഇസ് ദ റോങ് വേ ഓഫ് നമ്പറിംഗ്. ശരിക്കും ശ്രദ്ധിക്കുക, there is something called sum of locants. അത് തെറ്റായ ഒരു റൂളാണ്. അത് ഔട്ട്ഡേറ്റഡ് ആയ ഒരു IUPAC റൂളാണ്. പല സമയത്തും പല പുസ്തകങ്ങളിലും സം ഓഫ് ലോക്കൻസ് മസ്റ്റ് ബി മിനിമം എന്ന് എഴുതി കാണാൻ പറ്റും. അങ്ങനെ റൂൾ ഇല്ല. അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തെറ്റായ റൂളാണ്. ശരിക്കും നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ലോക്കറിന്റെ പൊസിഷനാണ്. ഫസ്റ്റ് ലോക്കറിന്റെ പൊസിഷൻ എവിടെയാണോ മിനിമം, ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ്. ഫസ്റ്റ് ലോക്കറിന്റെ പൊസിഷൻ സെയിം ആണെങ്കിൽ സെക്കൻഡ് ലോക്കറിന്റെ പൊസിഷൻ നോക്കുക. സെക്കൻഡ് ലോക്കറിന്റെ എവിടെയാണോ മിനിമം, ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ്. സെക്കൻഡ് ലോക്കറിനും സെയിം ആണെങ്കിൽ തേർഡ് ലോക്കറിന്റെ പൊസിഷൻ നോക്കുക. തേർഡ് ലോക്കന്റ് എവിടെയാണോ മിനിമം, ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ്. സോ സെറ്റ് ഓഫ് ലോക്കന്റ് മസ്റ്റ് ബി മിനിമം. നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് സെറ്റ് ഓഫ് ലോക്കന്റ് മസ്റ്റ് ബി മിനിമം. സം ഓഫ് ലോക്കന്റ് അല്ല. നിങ്ങൾ ലോക്കന്റുകൾ ഓർഡറിൽ നോക്കി പോവുകയാണ് വേണ്ടത്. So this is the right way of numbering and that is the wrong way of numbering, and this is rule number 4. Now let's move to the last rule, which is rule number 5. എന്താണ് rule number 5? നമുക്ക് നോക്കി നോക്കാം. Okay, suppose you are having a compound like this. Okay, like this. Okay, yeah, right. And 1 2 3 4 5 6 7 8 9. And ഇവിടെ നമ്പർ ചെയ്യുമ്പം 1 2 3 4 5 6 7 8 9. ഓക്കെ, വിച്ച് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ്? അപ്പം ഞാൻ ആദ്യം ലോക്കൻ്റ് നോക്കുകയാണ്. ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് തേർഡിലാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വന്നിരിക്കുന്നത്. ഇവിടെയും തേർഡിലാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വന്നിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുന്നത് 7ലാണ്. ഇവിടെയും സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുന്നത് 7ലാണ്. അതായത് ഇവിടെ 3ലും 7ലുമാണ് സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നത്. ഇവിടെയും 3ലും 7ലുമാണ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുന്നത്. സെറ്റ് ഓഫ് ലോക്കൻ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ദാറ്റ് ടൈം യു ഹാവ് ടു ഗോ ഫോർ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. ഈത്തൈലിനാണോ മീത്തൈലിനാണോ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഉള്ളത്? ഈത്തൈൽ കംസ് ബിഫോർ മീത്തൈൽ. അതുകൊണ്ട് ദിസ് ഇസ് ദ റൈറ്റ് വേ ആൻഡ് ദിസ് ഇസ് ദ റോങ് വേ. ഓക്കെ, അപ്പോൾ ഇതാണ് 5 റൂളുകൾ മക്കളെ. ഞാൻ 5 റൂളുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ 5 റൂളുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആൽക്കേനെ നെയിം ചെയ്യുമ്പം നമ്മൾ പ്രധാനമായിട്ടും 5 റൂളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ് 5 റൂളുകൾ? ഒന്നാമത്തെ റൂള്, യു ഹാവ് ടു സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ ആസ് പാരന്റ് ചെയിൻ. ആൽക്കേനെ നെയിം ചെയ്യുമ്പോൾ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ആണ് പാരന്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ റൂൾ എന്താണ്? ഇഫ് 2 ചെയിൻസ് ആർ ഹാവിംഗ് സെയിം ലെങ്ത് ദെൻ ദ ചെയിൻ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈസ് സെലക്ടഡ് ആസ് പാരന്റ് ചെയിൻ. 2 ചെയിനുകൾക്ക് ഒരേ ലെങ്ത് വന്നു കഴിഞ്ഞാൽ ഏത് ചെയിനാണോ കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ളത് അതാണ് നിങ്ങൾ പാരന്റ് ചെയിൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. എന്താ മൂന്നാമത്തെ റൂള്? നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് locant should get lower number. Numbering should be done in such a way that locant should get lower number. That is rule number 3. And the നാലാമത്തെ റൂള്, in case of more than one substituent, set of locant must be minimum. എന്താ സെറ്റ് ഓഫ് ലോക്കൻ്റ് മസ്റ്റ് ബി മിനിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ലോക്കൻ്റ് എവിടെയാണ് വരുന്നത് നോക്കുക. അതിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. ആദ്യത്തെ ലോക്കൻ്റ് സെയിം ആണെങ്കിൽ രണ്ടാമത്തെ ലോക്കൻ്റ് മിനിമം ഏത് രീതിയിലാണ് നോക്കുക. അതിൽ മിനിമം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുക. സോ യു ഹാവ് ടു ഗോ ലൈക്ക് ദാറ്റ്. സെറ്റ് ഓഫ് ലോക്കൻ്റ് മസ്റ്റ് ബി മിനിമം. വാട്ട് ഈസ് റൂൾ നമ്പർ 5? ഇഫ് സെറ്റ് ഓഫ് ലോക്കൻസ് ആർ സെയിം, ഗോ ഫോർ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ആൽക്കേനെ നെയിം ചെയ്യുന്നതിന് 5 റൂളുകളാണ്. ഏതൊക്കെയാണ് 5 റൂളുകൾ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. റൂൾ നമ്പർ 1, സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ ആസ് പാരന്റ് ചെയിൻ. റൂൾ നമ്പർ 2, ഇഫ് 2 ചെയിൻസ് ആർ ഹാവിംഗ് സെയിം ലെങ്ത്, സെലക്ട് ദ ചെയിൻ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആസ് ദ പാരന്റ് ചെയിൻ. Then rule number 3, numbering should be done in such a way that locant should get lower number. Rule number 4, in case of more than one locants, set of locants must be minimum. Rule number 5, if set of locants are same, go for alphabetical priority. Is that clear to you? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഈ 5 റൂളുകളും ക്ലിയർ ആണോ? ഈ 5 റൂളുകളും ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. യെസ്. ഇനി നമ്മൾ ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യാണ്. ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പം എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? ഒരു സെക്കൻഡറി പ്രഫിക്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈമറി പ്രഫിക്സ് ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക? വേർഡ് റൂട്ട് ഉണ്ടാവും അല്ലേ? പിന്നെന്താ ഉണ്ടാവുക? പ്രൈമറി സഫിക്സ് ഉണ്ടാവും,
പിന്നെന്താ ഉണ്ടാവുക? സെക്കൻഡറി സഫിക്സ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യുന്ന സമയത്ത് ഇവിടെ അതൊക്കെയാണ് ഉണ്ടാവുക. സെക്കൻഡറി പ്രിഫിക്സ് അല്ലേ? സെക്കൻഡറി പ്രിഫിക്സ് ആണ് ആദ്യം പറയുക, പിന്നെ പ്രൈമറി പ്രിഫിക്സ്, പിന്നെ വേർഡ് റൂട്ട്, പിന്നെ പ്രൈമറി സഫിക്സ്, പിന്നെ സെക്കൻഡറി സഫിക്സ്. ഇതാണ് ഒരു സ്ട്രക്ചർ, ഒരു IUPAC നോമൻക്ലേച്ചർ. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ടെൽ മീ വാട്ട് ഡു യു മീൻ ബൈ വേർഡ് റൂട്ട്? എന്താണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ? വേർഡ് റൂട്ട് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ പാരന്റ് ചെയിൻ. പാരന്റ് ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? വേർഡ് റൂട്ട് സൂചിപ്പിക്കുന്നത്. പാരന്റ് ചെയിനിൽ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും അല്ലേ? 2 കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയും. 3 ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും. ഒരു സെക്കൻഡ്, 3 ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും. യെസ് ഞാൻ നിങ്ങളുടെ ചാറ്റ് ഒന്ന് നോക്കട്ടെ. യെസ്, 3 ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും. 4 ആണെങ്കിൽ എന്ത് പറയും? ബ്യൂട്ട് എന്ന് പറയും അല്ലേ? 5 ആണെങ്കിൽ എന്താ പറയുക? പെൻഡ് എന്ന് പറയും. 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നൺ, 10 ആണെങ്കിൽ ഡക്ക്, 11 ആണെങ്കിൽ അൺഡക്ക്, 12 ആണെങ്കിൽ ഡോഡക്ക്, 13 ആണെങ്കിൽ ട്രൈഡക്ക് അല്ലേ? 14 ആണെങ്കിൽ ടെട്രാഡക്ക്, 15 ആണെങ്കിൽ പെൻറ്റാഡക്ക്, 16 ആണെങ്കിൽ ഹെക്സാഡക്ക്, 17 ആണെങ്കിൽ ഹെപ്റ്റാഡക്ക്. അങ്ങനെ 20 ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? ഐക്കോസ്. 20 ആകുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഐക്കോസ്. 30 ആണെങ്കിൽ എന്താ പറയുക? 30 ആണെങ്കിൽ ട്രയാക്കോണ്ട് എന്നാണ് പറയുക അല്ലേ? 30 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ട്രയാക്കോണ്ട്. 40 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താ പറയുക? ടെട്രാക്കോണ്ട്. 50 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പെൻറ്റാക്കോണ്ട്. 60 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെക്സാക്കോണ്ട്. അങ്ങനെ 100 കാർബൺ ആറ്റം വരികയാണെങ്കിൽ എന്താ പറയുക? ഹെക്ടെയിൻ അല്ലേ? 100 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താ വേർഡ് റൂട്ട്? ഹെക്ട് എന്നുള്ളതാണ് വേർഡ് റൂട്ട്. Okay, so word root indicates number of carbon atom in parent chain അല്ലേ? ഇനി അടുത്തത് എന്താ? അടുത്തത് പ്രൈമറി സഫിക്സ് ആണ് അല്ലേ? അടുത്തത് പ്രൈമറി സഫിക്സ് ആണ്. എന്താ മക്കളെ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ? പ്രൈമറി സഫിക്സ് ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ആൽക്കേനുകളാണെങ്കിൽ നമ്മൾ എന്താ പ്രൈമറി സഫിക്സ് ആയിട്ട് കൊടുക്കുക? എയിൻ എന്നുള്ളതാണ് പ്രൈമറി സഫിക്സ് ആയിട്ട് കൊടുക്കുക അല്ലേ? ആൽക്കീനുകളാണെങ്കിൽ നമ്മൾ എന്താ പ്രൈമറി സഫിക്സ് കൊടുക്കുക? ഈൻ എന്നാണ് കൊടുക്കുക. ആൽക്കൈനുകളാണെങ്കിൽ നമ്മൾ പ്രൈമറി സഫിക്സ് കൊടുക്കുക ഐൻ എന്നാണ് അല്ലേ? സോ പ്രൈമറി സഫിക്സ് ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ആൽക്കേനുകളാണെങ്കിൽ എയിനാണ്, ആൽക്കീനുകളാണെങ്കിൽ ഈനാണ്, ആൽക്കൈനുകളാണെങ്കിൽ ഐനാണ്. ഇനി അടുത്ത എന്താണ്? സെക്കൻഡറി പ്രിഫിക്സ് ആണ്. സെക്കൻഡറി പ്രിഫിക്സ് കാണിക്കുന്നത് എന്തിനാണ്? സബ്സ്റ്റിറ്റ്വൻറ്റുകളെയാണ് അല്ലേ? സെക്കൻഡറി പ്രിഫിക്സ് കാണിക്കുന്നത് സബ്സ്റ്റിറ്റ്വൻറ്റുകളെയാണ്. ഉദാഹരണം CH3 സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് വന്നു. നിങ്ങൾ എന്താ അതിനെ പറയുക? മീത്തൈൽ അല്ലേ? CH3 ഗ്രൂപ്പ് വന്നാൽ മീത്തൈൽ എന്ന് പറയും. CH2CH3 ആണെങ്കിലോ? CH2CH3 ആണെങ്കിൽ നിങ്ങൾ അതിനെ ഈത്തൈൽ എന്ന് പറയും അല്ലേ? CH2CH3 ആണെങ്കിലോ നിങ്ങൾ അതിനെ പ്രൊപ്പൈൽ എന്ന് പറയും അല്ലേ? മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ. CH3CH3 ആണെങ്കിലോ? ഇങ്ങനെ 3 കാർബൺ വന്നാലോ? ഇത് നോക്കൂ, ഇത് 3 കാർബൺ സ്ട്രെയിറ്റ് ആണ് അല്ലേ? 3 കാർബൺ നേരിട്ട് പാരന്റ് ചെയിനുമായിട്ട് സ്ട്രെയിറ്റ് 3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാകുമ്പോഴോ ഇതാണ് പാരന്റ് ചെയിനുമായിട്ട് വരുന്ന കണക്ഷൻ അല്ലേ? അപ്പം നമ്മളിവിടെ 1 കൊടുക്കും, ഇതിനെ 2 എന്ന് കൊടുക്കും. ഇതാരാണ്? 1 മീത്തൈൽ ഈത്തൈലാണ്. 1 മീത്തൈൽ ഈത്തൈലിന് മറ്റൊരു പേര് കൂടെ ഉണ്ട് അല്ലേ? എന്താ പറയുക? ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയും അല്ലേ? 1 മീത്തൈൽ ഈത്തൈൽ ഈസ് ഓൾസോ നോൺ ആസ് ഐസോപ്രൊപ്പൈൽ. അടുത്ത ബ്യൂട്ടൈൽ ഉണ്ട്. ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലേ? 4 കാർബൺ ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ഇറ്റ് നോർമൽ ബ്യൂട്ടൈൽ ഓർ സിംപ്ലി ബ്യൂട്ടൈൽ എന്ന് വിളിക്കും അല്ലേ? ഇനി 4 കാർബൺ ഇങ്ങനെ വന്നാലോ? CH2 CH3 നോക്കൂ, ഇവിടെയും എന്തുണ്ട്? 4 കാർബൺ ഉണ്ട് അല്ലേ? ഇവിടെയും 4 കാർബൺ മൊത്തം ഉണ്ട്. പക്ഷെ 3 കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ്റെ പാർട്ടാണ്, 1 കാർബൺ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലാണ് വരിക അല്ലേ? 3 കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ്റെ പാർട്ടാണ്, 1 കാർബൺ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് എന്ത് പറയും? ഐസോബ്യൂട്ടൈൽ എന്ന് പറയും. അപ്പോൾ ആരാ ഐസോബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? ഐസോബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 2 മീത്തൈൽ പ്രൊപ്പൈലാണ്. 2 മീത്തൈൽ പ്രൊപ്പൈൽ ഈസ് നോൺ ആസ് ഐസോബ്യൂട്ടൈൽ. ഓക്കെ, ഇനി ഇങ്ങനെയാണ് വന്നതെങ്കിലോ? നോക്കൂ, ഇങ്ങനെയാണ് വന്നതെങ്കിലോ? ഇതാരാണ്? ഇത് 1 മീത്തൈൽ പ്രൊപ്പൈലാണ് അല്ലേ?
വൺ മീത്തൈൽ പ്രൊപ്പൈൽ എന്താ പറയാ? വൺ മീത്തൈൽ പ്രൊപ്പൈൽ. വൺ മീത്തൈൽ പ്രൊപ്പൈൽ ആരാണ്? ഇവിടെ നോക്കൂ, പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡറി കാർബണിലേക്കാണ്. എന്താ സെക്കൻഡറി കാർബൺ എന്ന് പറഞ്ഞാൽ? എ കാർബൺ വിച്ച് ഈസ് ഓൾറെഡി അറ്റാച്ച്ഡ് ടു ടു അതർ കാർബൺ ആറ്റംസ്. സെക്കൻഡറി കാർബൺ എന്ന് പറഞ്ഞാൽ എ കാർബൺ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ടു അതർ കാർബൺ ആറ്റംസ്. അപ്പോൾ ഇവിടെ പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡറി കാർബണിലേക്കാണ്. അതുകൊണ്ട് ഇയാൾ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് വിളിക്കും. വൺ മീത്തൈൽ പ്രൊപ്പൈൽ ആരാണ്? സെക്കൻഡറി ബ്യൂട്ടൈൽ ആണ്. ടു മീത്തൈൽ പ്രൊപ്പൈൽ ആരാണ്? ഐസോ ബ്യൂട്ടൈൽ ആണ്. തെറ്റിപ്പോരുത് കേട്ടോ. പിന്നെയോ അടുത്ത ആരാണ്? അടുത്തത് ടേർട്ട് ബ്യൂട്ടൈൽ. എന്താ ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? അവിടെയും എത്ര കാർബൺ ഉണ്ടാവും? 4 കാർബൺ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇവിടെയും മൊത്തം എത്ര കാർബണാണ്? 4 കാർബൺ അല്ലേ? പക്ഷെ പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാ? ഒരു ടേർഷ്യറി കാർബണിലേക്കാണ്. അപ്പം നമ്മൾ അതിനെന്ത് വിളിക്കും? ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് വിളിക്കും അല്ലേ? ടേർട്ട് ബ്യൂട്ടൈൽ. ശരിക്കും ആരാ ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? 1,1 ഡൈമീത്തൈൽ ഈത്തൈലാണ്. 1,1 ഡൈമീത്തൈൽ ഈത്തൈലിനെ പറയുന്ന പേരാണ് ടേർട്ട് ബ്യൂട്ടൈൽ. അപ്പോൾ കുറച്ചുകൂടെ എന്തായി? കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അല്ലേ? നോക്കൂ നിങ്ങൾ, മീത്തൈൽ വളരെ സിമ്പിളാണ്, ഈത്തൈൽ വളരെ സിമ്പിളാണ്. 3 കാർബൺ വരുമ്പോൾ 2 രീതി വരാം. ഒന്നുകിൽ പ്രൊപ്പൈൽ ആവാം, അല്ലെങ്കിൽ ഐസോ പ്രൊപ്പൈൽ ആവാം. 3 കാർബൺ വന്നാൽ ഒന്നുകിൽ പ്രൊപ്പൈൽ ആവാം, അല്ലെങ്കിൽ ഐസോ പ്രൊപ്പൈൽ ആവാം. 1 മീത്തൈൽ ഈത്തൈൽ ആണെങ്കിൽ അതാണ് ആര്? ഐസോ പ്രൊപ്പൈൽ. 1 മീത്തൈൽ ഈത്തൈൽ ആകുമ്പോഴാണ് ഐസോ പ്രൊപ്പൈൽ. ഇനി 4 കാർബൺ വന്നാൽ എന്തൊക്കെ വരാം? 4 കാർബൺ വന്നാൽ ബ്യൂട്ടൈൽ വരാം, ഐസോ ബ്യൂട്ടൈൽ വരാം, സെക്കൻഡറി ബ്യൂട്ടൈൽ വരാം, ടേർഷ്യറി ബ്യൂട്ടൈൽ വരാം. എന്താ നോർമൽ ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? 4 കാർബണും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് വന്നാൽ അതിനെ പറയുന്ന പേരാണ് നോർമൽ ബ്യൂട്ടൈൽ. എന്താ ഐസോ ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? ഐസോ ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 2 മീത്തൈൽ പ്രൊപ്പൈൽ ആണ്. എന്താ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? പാരന്റ് ചെയിൻ എന്ന് പിടിച്ചിരിക്കുന്നത് സെക്കൻഡറി കാർബണിലേക്കാണ്. അതാരാണ്? 1 മീത്തൈൽ പ്രൊപ്പൈൽ ആണ് സെക്കൻഡറി ബ്യൂട്ടൈൽ. അതേപോലെ 1,1 ഡൈമീത്തൈൽ ഈഥൈലാണ് ടേർഷ്യറി ബ്യൂട്ടൈൽ. ഇത് ക്ലിയർ ആണോ മക്കളെ? നോർമൽ ബ്യൂട്ടൈൽ, ഐസോ ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ടേർട്ട് ബ്യൂട്ടൈൽ. ഇത് നിർബന്ധമായും ക്ലിയർ ആയിരിക്കണം. ഓക്കെ. അതേപോലെ ഒറ്റൊന്നും കൂടെ നോക്കാം. പെൻറ്റൈലാണെങ്കിലോ? പെൻറ്റൈലാണെങ്കിൽ 5 കാർബൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. CH2 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 CH3. ഇതിന് നമ്മൾ പെൻറ്റൈൽ എന്ന് പറയും അല്ലേ? ഇഫ് ഓൾ ദ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ എക്സെപ്റ്റ് 1 കാർബൺ ആൻഡ് ഇഫ് ദാറ്റ് കാർബൺ occurs at second last carbon, it is called iso അല്ലേ? അപ്പോൾ ഐസോപെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ ഓൾ ദ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ എക്സെപ്റ്റ് 1 കാർബൺ. അപ്പോൾ 5ൽ 1 പറഞ്ഞാൽ 4 കാർബൺ നമ്മളിങ്ങനെ എഴുതണം. CH2 CH2 CH CH3. ബാക്കി ഒരു കാർബൺ എവിടെയാണ് വരിക? സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ബ്രാഞ്ച് ആയിട്ട് വരും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഐസോപെൻറ്റൈൽ. ദിസ് ഈസ് കോൾഡ് ഐസോപെൻറ്റൈൽ അല്ലേ? എന്താ സെക്കൻഡറി പെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഐസോപെൻറ്റൈലിന് ശരിക്കുള്ള പേരെന്താ? ഐസോപെൻറ്റൈലിന് ശരിക്കുള്ള പേരെന്താ? ഐസോപെൻറ്റൈലിന് ശരിക്കുള്ള പേര് 3 മീത്തൈൽ ബ്യൂട്ടൈൽ എന്നാണ് കേട്ടോ. ഐസോപെൻറ്റൈലിന് ശരിക്കുള്ള പേര് 3 മീത്തൈൽ ബ്യൂട്ടൈൽ എന്നാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്പറിങ് ചെയ്യുമ്പോൾ എപ്പോഴും പാരന്റ് ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണാണ് നിങ്ങൾ 1 കൊടുക്കേണ്ടത് കേട്ടോ. എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം ചെയ്യുന്ന സമയത്ത്, നമ്പർ ചെയ്യുന്ന സമയത്ത് പാരന്റ് ചെയിനുമായിട്ട് നേരിട്ട് അറ്റാച്ച് ചെയ്ത കാർബണാണ് നിങ്ങൾ 1 കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുമല്ലോ ഇത്. ഇനി ആരാ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി പെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത് സെക്കൻഡറി കാർബണിലേക്ക് അയക്കണം. പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത് സെക്കൻഡറി കാർബണിലേക്ക് അയക്കണം. നോക്കൂ, ഇതാണ് ആര്? സെക്കൻഡറി പെൻറ്റൈൽ. ഇതാണ് സെക്കൻഡറി പെൻറ്റൈൽ. കണ്ടോ, പാരന്റ് ചെയിൻ ചെന്ന് പിടിച്ചിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? എ കാർബൺ വിച്ച് ഈസ് കണക്റ്റഡ് ടു 2 other carbon atoms അല്ലേ? What is the correct name? 1 2 3 4. It is actually 1 methyl butyl. 1 methyl butyl ആണ് എന്ത് പറയാം? സെക്കൻഡറി പെൻറ്റൈൽ എന്ന് പറയുക അല്ലേ? ഇനി ആരാണ് നിയോ പെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ? നിയോ എന്നുള്ള കീവേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? വെൻ ഓൾ ദ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ എക്സെപ്റ്റ് 2 കാർബൺ. ആ 2 കാർബൺ എവിടെയാണ് വരിക? സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ. ദാറ്റ് ഈസ് നിയോ അല്ലേ? അപ്പം നിയോ പെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ ആരാ? 5ന്ന് 2 പോയാൽ 3 അല്ലേ? അപ്പം 3 കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ്റെ പാർട്ടാണ്. 2 കാർബൺ എവിടെ വരും? സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ബ്രാഞ്ച് ആയിട്ട് വരും. ഇതാണ് ആര് മക്കളെ? നിയോപെൻറ്റൈൽ. ദിസ് ഈസ് നിയോപെൻറ്റൈൽ അല്ലേ? നിയോപെൻറ്റൈലിൻ്റെ ശരിക്കുള്ള പേരെന്താ? 2,2 ഡൈമീത്തൈൽ പ്രൊപ്പൈൽ. 2,2 ഡൈമീത്തൈൽ പ്രൊപ്പൈൽ. അയാളെയാണ് എന്ത് വിളിക്കുക? നിയോപെൻറ്റൈൽ എന്ന് വിളിക്കുക അല്ലേ? അടുത്തത് ആരാണ്? അടുത്തത് ടേർഷ്യറി പെൻറ്റൈൽ ആണ്. ആരാ ടേർഷ്യറി പെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ? പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടേർഷ്യറി കാർബണിലേക്ക് അയക്കണം. പാരന്റ് ചെയിൻ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഒരു ടേർഷ്യറി കാർബണിലേക്ക് അയക്കണം. മൊത്തം 5 കാർബണും വേണം അല്ലേ? സോ ദിസ് ഈസ് ടേർഷ്യറി പെൻറ്റൈൽ. ദിസ് ഈസ് ടേർഷ്യറി
പെൻഡൈൽ. അത് ശരിക്കും ആരാണ്? ഇറ്റ് ഈസ് 1,1-dimethyl propyl. 1,1-dimethyl propyl. മതി. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ആ ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ. മീത്തൈൽ ഇറ്റ്സ് വെരി ഈസി. ഈത്തൈൽ ഇറ്റ്സ് വെരി ഈസി. പ്രൊപ്പൈൽ വരുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം? നോർമൽ പ്രൊപ്പൈലും ഉണ്ട്, ഐസോ പ്രൊപ്പൈലും ഉണ്ട്. നോർമൽ പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ 3 കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ്റെ പാർട്ടാണ്. ഐസോ പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ 1 മീത്തൈൽ ഈത്തൈലാണ് ഐസോ പ്രൊപ്പൈൽ. ഓക്കെ. പ്രൊപ്പൈലുമുണ്ട്, ഐസോ പ്രൊപ്പൈലുമുണ്ട്. ഓക്കെ. അതേപോലെ ബ്യൂട്ടൈൽ വന്ന് എന്തൊക്കെ ഉണ്ട്? ബ്യൂട്ടൈൽ ഉണ്ട്, ഐസോ ബ്യൂട്ടൈൽ ഉണ്ട്, സെക്കൻഡറി ബ്യൂട്ടൈൽ ഉണ്ട്, ടേർഷറി ബ്യൂട്ടൈൽ ഉണ്ട്. എപ്പോഴാണ് ഐസോ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക? വെൻ ഓൾ ദ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ എക്സെപ്റ്റ് 1 കാർബൺ. ആ ഒരു കാർബൺ എവിടെയാണ് വരിക? സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ബ്രാഞ്ച് ആയിട്ട് വരണം. എപ്പോഴാണ് നിയോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം? വെൻ ഓൾ ദ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ എക്സെപ്റ്റ് 2 കാർബൺ ആറ്റംസ്. ആ 2 കാർബൺ ആറ്റം എവിടെയാണ് വരേണ്ടത്? സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ബ്രാഞ്ച് ആയിട്ട് വരണം. എപ്പോഴാണ് സെക്കൻഡറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക? പാരന്റ് ചേഞ്ച് എന്ന് അറ്റാച്ച് ചെയ്തൊരു സെക്കൻഡറി കാർബണിലേക്കാണെങ്കിലാണ് നമ്മൾ സെക്കൻഡറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. എപ്പോഴാണ് തേർഷറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക? പാരന്റ് ചേഞ്ച് എന്ന് അറ്റാച്ച് ചെയ്തത് തേർഷറി കാർബണിലേക്കാണെങ്കിലാണ് നമ്മൾ തേർഷറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അപ്പം മീത്തൈൽ, ഈത്തൈൽ. പ്രൊപ്പൈൽ വരുമ്പോൾ എന്തൊക്കെ നോക്കണം? നോർമൽ പ്രൊപ്പൈലും ഉണ്ട്, ഐസോ പ്രൊപ്പൈലും ഉണ്ട്. ബ്യൂട്ടൈൽ വരുമ്പോൾ നോർമൽ ബ്യൂട്ടൈൽ ഉണ്ട്, ഐസോ ബ്യൂട്ടൈൽ ഉണ്ട്, സെക്കൻഡറി ബ്യൂട്ടൈൽ ഉണ്ട്, തേർഷറി ബ്യൂട്ടൈൽ ഉണ്ട്. പെൻഡൈൽ വന്നു കഴിഞ്ഞാൽ നോർമൽ പെൻഡൈൽ ഉണ്ട്, ഐസോ പെൻഡൈൽ ഉണ്ട്, നിയോ പെൻഡൈൽ ഉണ്ട്, സെക്കൻഡറി പെൻഡൈൽ ഉണ്ട്, തേർഷറി പെൻഡൈൽ ഉണ്ട്. ആൻഡ് ഓൾ ദീസ് മസ്റ്റ് ബി വെരി വെരി ക്ലിയർ ടു യു. ദീസ് കോൺസെപ്റ്റ്സ് മസ്റ്റ് ബി ക്രിസ്റ്റൽ ക്ലിയർ ടു യു ബിക്കോസ് ദീസ് ആർ ഫണ്ടമെന്റൽസ്. തെറ്റിക്കരുത്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്താ? നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് നമ്പറിനും ഇടയ്ക്ക് എപ്പോഴും എന്ത് വേണം? ഒരു കോമ വേണം. നമ്പറിനും ഇടയ്ക്ക് കോമ വേണം. നമ്പറിനും ലെറ്ററിനും ഇടയ്ക്ക് എന്ത് വേണം മക്കളെ? ഹൈഫൺ വേണം. നമ്പറിനും ലെറ്ററിനും ഇടയ്ക്ക് ഹൈഫൺ വേണം. ലെറ്ററിനും ഇടയ്ക്ക് കോമയോ ഹൈഫണോ സ്പേസോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്പറിനും ഇടയ്ക്ക് കോമ വേണം. നമ്പറിനും ലെറ്ററിനും ഇടയ്ക്ക് ഹൈഫൺ വേണം. ലെറ്ററിനും ഇടയ്ക്ക് കോമയോ ഹൈഫണോ സ്പേസോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ IUPAC നെയിം എഴുതുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ക്യാപിറ്റലൈസ് ചെയ്ത് either you can write all letters as small letters. എല്ലാ ലെറ്ററും സ്മോൾ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ എഴുതാം. അതല്ലാതെ നടുക്കൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. റെഡി? യെസ്. അപ്പോൾ പേര് പറഞ്ഞേ. ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതാം, നിങ്ങൾ പേര് പറഞ്ഞു പോകണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താ പറയൂ? 1 2 3 4 5 അല്ലേ? ഇറ്റ്സ് എ സിമ്പിൾ 1 2-methyl pentane. 2-methyl pentane. 2-methyl is the secondary prefix. Pent is the word root. Ane is the primary suffix. 2-methyl pentane is the correct IUPAC name of the compound. Question number 2. Okay. Yes. What is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താണ്? പറയൂ. 1 2 3 4 5 6 അങ്ങനെ നമ്പർ ചെയ്യണം അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യുകയാണെങ്കിൽ ലോക്കറ്റിന് കിട്ടുന്ന നമ്പർ വലുതായിരിക്കും. സോ ലോക്കൻ ഷുഡ് ഗെറ്റ് ലോവർ നമ്പർ. ദിസ് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിംഗ് അല്ലേ? യെസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 3-ethyl hexane. 3-ethyl hexane. 3-ethyl is the secondary prefix. Hex is the word root. Ane is the primary suffix. Okay. നമ്പറിനും ലെറ്ററിനും ഇടയ്ക്ക് ഹൈഫൺ വേണം. ലെറ്ററിനും ഇടയ്ക്ക് സ്പേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. 3-ethyl hexane. Okay. Let's move to more questions. What is the name of this compound? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? എങ്ങനെ നമ്പർ ചെയ്യാം? 1 2 3 4 5 6 7 അല്ലേ? ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കുക? 2,3 dimethyl അല്ലേ? 2,3 dimethyl heptane. 2,3 dimethyl heptane is the correct IUPAC name of the compound. Next one. Yes, like this. Okay. എവിടെ നമ്പർ ചെയ്യാം? നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 3 ലോക്കൻ്റെ വരുന്നത്. 1 2 3 3 ലോക്കൻ്റെ വരുന്നത് അല്ലേ?
സെക്കൻഡ് ലോക്കൻറ്റ് ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 5-ലാണ്, ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിലും 5-ലാണ്. സെറ്റ് ഓഫ് ലോക്കൻറ്റ് സെയിം ആണ്. ഗോ ഫോർ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. ഇത്തൈൽ ഹാസ് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഓവർ മീത്തൈൽ. സോ വി കൗണ്ട് ഇറ്റ് ലൈക്ക് 1 2 3 4 5 6 7. So what is the IUPAC name of the compound? 3-ethyl 5-methyl heptane is the correct IUPAC name of the compound. 3-ethyl 5-methyl heptane. അല്ലേ? Yes. Next one. നമുക്ക് കുറച്ചുകൂടെ ടഫായ ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ പതുക്കെ പോകണം. റൈറ്റ്. നെക്സ്റ്റ് വൺ. യെസ്. What is the name of this compound? എന്താണ് ഈ ആൽക്കേൻ്റെ പേര്? നമുക്ക് നോക്കാം എത്ര കാർബൺ ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 9. Yes, you have to select the longest chain. So this chain is the parent chain. You have to select the longest chain as parent chain. From where do you start numbering? 1 2 3. First log in 3. 1 2. First log in 2. So this is the right way of numbering. So 1 2 3 4 5 6 7 8 9. So what is the name of the compound? Alle endha idinte peru? The name of the compound is 4-ethyl 2-methyl. എപ്പോഴും പേര് പറയുമ്പം ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ പറയണേ. ഒരിക്കലും 2-methyl 4-ethyl എന്ന് പറയരുത്. കറക്റ്റ് എന്താണ്? 4-ethyl 2-methyl. 4-ethyl 2-methyl അല്ലേ? 4-ethyl 2,7 dimethyl ഉണ്ട് അല്ലേ? 2,7 dimethyl nonane is the correct IUPAC name. മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡൈമീഥൈലിലെ ഡി ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യോ? ഡൈമീഥൈലിലെ ഡി ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യോ? കൗണ്ട് ചെയ്യില്ല. ഡി എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുകയാണ്? 2 മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നതിനെ കാണിക്കുകയാണ് അല്ലേ? സത്യത്തിൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആരാ? മീത്തൈൽ ആണ് സബ്സ്റ്റിറ്റ്യൂൻ്റ്. അത് 2 എണ്ണം ഉണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ ഡൈ കൊടുത്തത്. ആ ഡി ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യില്ല. നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് മീത്തൈൽ. മീത്തൈലിലെ എം ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes. What is the correct IUPAC name of this compound? Okay. ശ്രീലക്ഷ്മി ചോദിക്കുന്നു, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ കൺസിഡർ ചെയ്യില്ലേ? കൺസിഡർ ചെയ്യൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂനകം ഒരു കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. ഓക്കെ, 1,1 ഡൈമീഥൈൽ ഈഥൈൽ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് ആണെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ പേര് തന്നെ 1,1 ഡൈമീഥൈൽ ഈഥൈൽ എന്നാണ്. ആ കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂട്ടിനകത്ത് വരുന്ന ഡി എന്ത് ചെയ്യും? ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യും. ശ്രീലക്ഷ്മി ചോദിച്ചാൽ കറക്റ്റാണ്. കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂട്ടിനകത്ത് വരുന്ന ഡി ആണെങ്കിൽ. എന്താ കാരണം? കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പേര് തന്നെ 1,1 ഡൈമീഥൈൽ ഈഥൈൽ എന്നാണ്. അത് എത്ര ഉണ്ട്? അത് ഒന്നേ ഉള്ളൂ. ആ ഡി നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, വി വിൽ കം ടു ദാറ്റ്. സോ യെസ്, ഇതിന് പേരെടുക്കുന്ന സമയത്ത് 1 2 3 4 5 1 2 3 4 അല്ലേ? 1 2 3 4 5 അത് വേണ്ട. 1 2 3 4 5 രണ്ടും സെയിം ആണ് അല്ലേ? രണ്ടും സെയിം ആണ്. 1 2 3 4 5 6 7 8 9 10. യെസ്, പേര് പറയൂ. എന്താ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേരെന്താണ്? യെസ്, 5,6 1-methyl ethyl അല്ലേ? ഇതാരാണ്? 1-methyl ethyl ആണ്. 1-methyl ethyl 2 എണ്ണം ഉണ്ട്. കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈ എന്നല്ല പറയുക, ബിസ് എന്നാണ് പറയുക. കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് 2 എണ്ണം വന്നാൽ ബിസ് എന്നാണ് പറയുക. 3 എണ്ണം വന്നാലോ ട്രിസ് എന്നാണ് പറയുക. 4 എണ്ണം വന്നാലോ ടെട്രാക്കിസ് എന്നാണ് പറയുക. ഓക്കെ, യെസ്, കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. 2 എണ്ണം വന്നു. അപ്പം ഡൈ അല്ല, ബിസ്. ബിസ് 1-methyl ethyl decane is the correct IUPAC name, or you can also call it 5,6 diisopropyl decane. രണ്ടും ശരിയാണ് കേട്ടോ. രണ്ടും IUPAC പ്രകാരം ശരിയാണ്. ഐസോപ്രൊപ്പൈൽ എന്നുള്ള വേർഡ് IUPACയിൽ യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, സോ 5,6 bis 1-methyl ethyl decane എന്ന് പറഞ്ഞാലും 5,6 diisopropyl decane എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. ഓക്കെ,
ഈ ഐസോപ്രൊപ്പൈലൊക്കെ യൂസ് ചെയ്യുമ്പം ഐസോപ്രൊപ്പൈൽ എന്ന് നമ്മൾ എഴുതുമ്പം ഏതാ മക്കളെ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യുക? ഐ ആണോ പി ആണോ? കമൻറ്റ് ചെയ്തേ. ഐസോപ്രൊപ്പൈൽ ഞാൻ എഴുതി. അപ്പോൾ എനിക്ക് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി നോക്കുമ്പോൾ ഞാൻ ഏതാണ് കൗണ്ട് ചെയ്യുക? ഐ ആണോ അതോ പി ആണോ? ഐസോയിലെ ഐ ആണോ അതോ പെൻഡയിലെ പി ആണോ? കമൻറ്റ് ബോക്സ് പറഞ്ഞേ. ഐസോപ്രൊപ്പൈൽ എന്ന് എഴുതുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് എഴുതുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിയോപെൻഡൈൽ എന്ന് എഴുതുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് എഴുതുകയാണ്. ഈ സമയത്തൊക്കെ ഏത് ലെറ്ററാണ് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യുക? യെസ്, എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു ഐ ആണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യുന്നത്. സെക്കൻഡറി ബ്യൂട്ടൈലിലെ ഏത് ലെറ്ററാണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൗണ്ട് ചെയ്യുക? സെക്കൻഡറി ബ്യൂട്ടൈലിൽ എസ് ആണോ ബി ആണോ? സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് എഴുതുമ്പം ഏത് ലെറ്ററാണ് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിക്ക് നമ്മൾ കണക്കിലെടുക്കുക? സെക്കൻഡറിയിലെ എസ് ആണോ അതോ ബ്യൂട്ടൈലിലെ ബി ആണോ? ശ്രദ്ധിക്കണം, സെക്കൻഡറി ബ്യൂട്ടൈലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ബി ആണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യുക കേട്ടോ. ബി ആണ്. നിയോപെൻഡയിലാണെങ്കിലോ നിയോപെൻഡയിലെ എൻ ആണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നത്. ടേർഷ്യറി ബ്യൂട്ടൈലാണെങ്കിലോ ബി ആണ്. അപ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ ടേർഷ്യറി ബ്യൂട്ടൈൽ എന്നൊക്കെ പറയുമ്പം അതിലെ സെക്കൻഡറിയിലും ടേർഷ്യറിയും അല്ല, ബ്യൂട്ടൈലിലെ ബി ആണ് ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുക. ഐസോ നിയോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഐയും എന്നും ഒക്കെയാണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റിക്ക് വേണ്ടി കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇഫ് ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ? ഓക്കെ, യെസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേര് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 5 6. യെസ്, അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. യെസ്, പേര് പറ മക്കളെ. രണ്ട് രീതിയിലും പേര് പറ. എന്തൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ? യു ക്യാൻ കോൾ ഇറ്റ് 6,7 ബിസ്. എന്താ പറ? 6,7 ബിസ്. ഇതാരാ? 1 2 3 1 മീഥൈൽ പ്രൊപ്പൈൽ അല്ലേ? 1 മീഥൈൽ പ്രൊപ്പൈൽ ടെട്രാഡെക്കെയിൻ. 6,7 ബിസ് 1 മീഥൈൽ പ്രൊപ്പൈൽ ടെട്രാഡെക്കെയിൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? 6,7. ഇതാരാ പറയൂ? മൊത്തം 4 കാർബൺ ഉണ്ട്. 1 മീഥൈൽ പ്രൊപ്പൈൽ. അയാൾക്കൊരു സിമ്പിൾ നെയിം ഉണ്ട്. എന്താണ്? സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയും അല്ലേ? 1 മീഥൈൽ പ്രൊപ്പൈൽ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? പാരന്റ് ചെയിൻ എന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാ? ഒരു സെക്കൻഡറി കാർബണിലേക്കാണ്. എ കാർബൺ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു 2 other carbon atoms അല്ലേ? സോ 6,7 സെക്കൻഡറി ബ്യൂട്ടൈൽ ടെട്രാഡെക്കെയിൻ. സോറി, 6,7 ഡൈ അല്ലേ? 2 അല്ലേ? അപ്പോൾ 6,7 ഡൈ സെക്കൻഡറി ബ്യൂട്ടൈൽ ടെട്രാഡെക്കെയിൻ is the correct IUPAC name of the compound. Okay, can a compound have more than 2 correct IUPAC names? Is that possible? ഒരു കോമ്പൗണ്ടിന് 2 പേര് വരാൻ പറ്റുമോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഒരു കോമ്പൗണ്ടിന് 2 കറക്റ്റ് നെയിംസ് വരാൻ പറ്റുമോ? Is that possible? IUPAC have made that point very clear that a compound can have more than 1 correct IUPAC name. ഒരു കോമ്പൗണ്ടിന് ഒന്നിലധികം കറക്റ്റ് IUPAC നെയിം ഉണ്ടാവാം. പക്ഷേ ഒരു പേരിൽ ഒരു കോമ്പൗണ്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒരു IUPAC നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ആ IUPAC നെയിമിൽ 2 കോമ്പൗണ്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഒരു കോമ്പൗണ്ടിന് 1 2 3 കറക്റ്റ് IUPAC നെയിം വരെ ഉണ്ടാവാം. Is that point clear to you? ഒരു കോമ്പൗണ്ടിന് ഒന്നിലധികം IUPAC നെയിം വരാം. പക്ഷേ ഒരു പേരിൽ ഒരു കോമ്പൗണ്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പാടൂ. ഒരു പേരിൽ 2 കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. യെസ്, ഓക്കെ. സോ യെസ്, ദീസ് ആർ ദ നെയിമിംഗ് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ്. ഇങ്ങനെയാണ് ആൽക്കെയിനുകളെ നമ്മൾ നെയിം ചെയ്യുക. അടുത്ത നോമൻക്ലേച്ചർ ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടുകൾ നെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈക്ലിക് കോമ്പൗണ്ടുകൾ നമ്മൾ നെയിം ചെയ്യുമ്പം സൈക്ലോ എന്ന് പറഞ്ഞൊരു സെക്കൻഡറി പ്രിഫിക്സ് അവിടെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ? സൈക്ലോ എന്നുള്ള സെക്കൻഡറി പ്രിഫിക്സ് വേർഡ് റൂട്ടിന് മുമ്പ് വേണം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇറ്റ് ഈസ് സൈക്ലോഹെക്സെയിൻ. സൈക്ലോ ഈസ് ദ
secondary prefix alla, primary prefix. This is the primary prefix. Okay, cyclo is the primary prefix. Hex is the word root, ane is the primary suffix. Okay, so this is the name, cyclohexane. What is the name of this compound? This compound പേര് എന്താ പറയൂ? Yes, this is 1-methyl cyclohexane. അല്ലേ? This is 1-methyl cyclohexane. Okay. Next one. What is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താ പറയൂ? ഈ കോമ്പൗണ്ട് പേരെന്താണ്? എവിടെയാ 1 കൊടുക്കുക? ഈത്തൈലിനാണോ മീത്തൈലിനാണോ? ഈത്തൈലിന് അല്ലേ? സോ 1 2 3 4 5 6. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താണ്? 1-ethyl 2-methyl cyclohexane അല്ലേ? ഈ കോമ്പൗണ്ട് പേരാണ് 1-ethyl 2-methyl cyclohexane. റെഡി? ഇതാണ് കോമ്പൗണ്ട് എങ്കിൽ എന്താ അതിൻ്റെ പേര് വരിക? ദിസ് ഈസ് 1 2 3 trimethyl cyclopropane. 1 2 3 trimethyl cyclopropane is the correct IUPAC name. അടുത്തത് ഈ കോമ്പൗണ്ട് പേരെന്തായിരിക്കും? 1 2 3 അല്ലേ? സോ എന്താ പേര്? 1 2 3 triethyl cyclohexane അല്ലേ? 1 2 3 triethyl cyclohexane is the correct IUPAC name of the compound. ഈ കോമ്പൗണ്ട് പേരെന്തായിരിക്കും? ഈ കോമ്പൗണ്ട് നമുക്ക് രണ്ട് രീതിയിൽ നെയിം ചെയ്യാം അല്ലേ? എങ്ങനെ നെയിം ചെയ്യാം? 1 isopropyl cyclohexane എന്ന് പറയാം അല്ലേ? 1 isopropyl cyclohexane എന്ന് പറയാം. ഓർ അടുത്ത പേരെന്താ? 1-methyl ethyl. ഐസോപ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ ആരാ? 1-methyl ethyl അല്ലേ? 1-methyl ethyl cyclohexane. ഇത് രണ്ടും ശരിയായ പേരുകളാണ്. 1 isopropyl cyclohexane എന്ന് പറയാം, 1-methyl ethyl cyclohexane എന്ന് പറയാം. Both are correct. Next one. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ഈ കോമ്പൗണ്ട് പേര് 1-cyclobutyl cyclohexane എന്നായിരിക്കും അല്ലേ? 1-cyclobutyl. 1-ൽ ആരാ ഉള്ളത്? സൈക്ലോബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ? 1-cyclobutyl cyclohexane is the correct IUPAC name of the compound. ഈ കോമ്പൗണ്ട് പേരെന്തായിരിക്കും മക്കളെ? 1 ഇതാരാണ്? 1-methyl propyl അല്ലേ? 1-methyl propyl cyclohexane. 1-methyl propyl cyclohexane. 1-methyl propylന്റെ മറ്റൊരു പേരെന്താ? സെക്കൻഡറി ബ്യൂട്ടൈൽ അല്ലേ? ഓർ 1-secondary butyl cyclohexane. ഓക്കെ, രണ്ടും കറക്റ്റ് IUPAC നെയിമാണ്. റെഡി? നെക്സ്റ്റ് വൺ. ഈ കോമ്പൗണ്ട് നെയിം എന്താ? 1 2 3 എന്താണ്? 1-propyl cyclopropane. 1-propyl cyclopropane is the correct IUPAC name of the compound അല്ലേ? 1-propyl cyclopropane. What if the compound is this? ഓക്കെ, ഇതിൻ്റെ പേരെന്താ? 1 2 3 4 അല്ലേ? 1-butyl cyclopropane. Is that right? ഇത് 1-butyl cyclopropane ആണോ? അല്ല. എന്താ തെറ്റിപ്പോയത്? ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ ആരാ?
ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആണ്, സൈക്ലിക് റിംഗ് അല്ല അല്ലേ. അപ്പോൾ സൈക്ലിക് റിംഗ് എന്തായിട്ട് മാറും? സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് മാറും. ദിസ് ഈസ് 1 cyclopropyl butane. 1 cyclopropyl butane is the correct IUPAC name. ശ്രദ്ധിക്കണേ, രണ്ടിനും ഒരേ ലെങ്ത് വന്നു കഴിഞ്ഞാൽ റിംഗ് ആയിരിക്കും നമ്മുടെ പാരന്റ് ചെയിൻ. പക്ഷേ സ്ട്രെയിറ്റ് ചെയിനിന് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ് എന്തായിട്ട് വരിക? പാരന്റ് ചെയിൻ ആയിട്ട് വരിക. സോ ഇറ്റ്സ് 1 cyclopropyl butane. Next, let's move to nomenclature of alkenes and alkynes. Nomenclature of alkenes and alkynes. ഓക്കെ, നിങ്ങൾക്കറിയാം ആൽക്കീൻസിലേക്ക് നമുക്ക് കിടക്കാം. ആൽക്കീൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രൈമറി സഫിക്സ്? ആൽക്കീൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി സഫിക്സ് ഈൻ എന്നുള്ളതാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താ? 1 2 3 4 5 അല്ലേ, pent1ene. അതിൻ്റെ കറക്റ്റ് പേരെന്താണ്? pent1ene. ദാറ്റ് ഈസ് ദ കറക്റ്റ് നെയിം ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് പേരെന്താ? ഈ കോമ്പൗണ്ട് പേരെന്താ പറയൂ? 1 2 3 4 5 6 അല്ലേ. എന്താ? ഹെക്സാ 1,5 ഡൈഈൻ. ശ്രദ്ധിക്കണേ, ഇവിടെ എ എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ ആഡ് ചെയ്തു അല്ലേ. ഒന്നിലധികം ഡബിൾ ബോണ്ടോ ഒന്നിലധികം ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ യു ഹാവ് ടു ആഡ് ദ ലെറ്റർ എ. എ ഡൈഈൻ, എ ട്രൈഈൻ, എ ഡൈഐൻ, എ ട്രൈഐൻ എന്ന് വേണം പറയാൻ. ഓക്കെ, ഹെക്സ് 1,5 ഡൈഈൻ അല്ല, ഹെക്സാ 1,5 ഡൈഈൻ. ഒന്നിലധികം ഡബിൾ ബോണ്ടോ ഒന്നിലധികം ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ദ ലെറ്റർ എ. എ ഡൈഈൻ, എ ട്രൈഈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 1 2 3 4 5 അല്ലേ. 2,4 ഡൈമീഥൈൽ. 2,4 ഡൈമീഥൈൽ എന്താണ്? പെൻഡാ 1,4 ഡൈഈൻ അല്ലേ. 2,4 ഡൈമീഥൈൽ പെൻഡാ 1,4 ഡൈഈൻ. That is the correct IUPAC name of the compound. Next one. What is the name of this compound? First of all, ഇതിൽ ഏതാണ് പാരന്റ് ചെയിൻ മക്കളെ? ഈ കാണുന്ന സൈക്ലോ ഹെക്സൈൽ റിംഗ് ആണോ അതോ ഈ കാണുന്ന 5 കാർബൺ ആറ്റമുള്ള റിംഗ് ആണോ? ഏതാണ് പാരന്റ് ചെയിൻ? എൻ്റെ പാരന്റ് ചെയിൻ ഏതാണെന്ന് പറയൂ. ഇതാണോ എൻ്റെ പാരന്റ് ചെയിൻ അതോ ഇതാണോ എൻ്റെ പാരന്റ് ചെയിൻ? ടെൽ മീ, വിച്ച് ഈസ് ദ പാരന്റ് ചെയിൻ? ഏതാണ് പാരന്റ് ചെയിൻ? പറയൂ കൂട്ടിലെ. യെസ്, റൈറ്റ്. 5 കാർബൺ ഉള്ള, ആർദ്ര കറക്റ്റായിട്ട് പറഞ്ഞു, 5 കാർബൺ ഉള്ള ചെയിനാണ് എൻ്റെ പാരന്റ് ചെയിൻ അല്ലേ. അതെന്തുകൊണ്ടാണ് അത് പാരന്റ് ചെയിൻ ആണെന്ന് പറയാൻ കാരണം? ബിക്കോസ് അവിടെയാണ് പൈ ബോണ്ട് ഉള്ളത് അല്ലേ. യെസ്, ശരി, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇതാണ് പാരന്റ് ചെയിൻ. നൗ ടെൽ മീ, ഹൗ ഡു യു സ്റ്റാർട്ട് നമ്പറിങ്? നിങ്ങൾ എവിടെയാണ് 1 കൊടുക്കുക? ഇവിടെയാണോ 1 കൊടുക്കുക, ഇവിടെയാണോ 1 കൊടുക്കുക, അതോ ഇവിടെയാണോ 1 കൊടുക്കുക? 3 പോയിന്റ്സ് ഞാൻ കാണിച്ചു. ദിസ് ഈസ് ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് സെക്കൻഡ് പോയിന്റ്, ദിസ് ഈസ് തേർഡ് പോയിന്റ്. എവിടെയാണ് നിങ്ങൾ 1 കൊടുക്കുക? ഞാൻ ഫസ്റ്റ് കാണിച്ച പോയിന്റിലാണോ, സെക്കൻഡ് കാണിച്ച പോയിന്റിലാണോ, തേർഡ് കാണിച്ച പോയിന്റിലാണോ നിങ്ങൾ 1 കൊടുക്കുക? ടെൽ മീ ദ റൈറ്റ് ആൻസർ. എവിടെയാണ് നിങ്ങൾ? യു ഹാവ് ടു നമ്പർ ദ പാരന്റ് ചെയിൻ നൗ. വേർ ഡു യു സ്റ്റാർട്ട് നമ്പറിങ് ഈസ് മൈ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പോയിന്റ് ആണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, ഫസ്റ്റ് പോയിന്റ് ആണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക. അതെല്ലാവർക്കും അറിയാം അല്ലാന്ന് അല്ലേ. എല്ലാവർക്കും അറിയാം സബ്സ്റ്റിറ്റ്യൂൻറ്റും മൾട്ടിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ടാണ് പ്രയോറിറ്റി എന്നറിയാം. സോ ഇവിടെ നല്ല നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ആണല്ലോ. പിന്നെ ഇവിടെ നിന്നായിരിക്കുമോ? ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ കുറേ കുട്ടികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ടിനും ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂൻറ്റിനും ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണ് എന്നാണ് കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ പോയിന്റ് നല്ല നമ്പർ ചെയ്യേണ്ടത്.
ഈ പോയിന്റ് നമ്പർ ഇത് 1 2 എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കുന്നതല്ല. മൾട്ടിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്ത് നമ്പർ ചെയ്ത് പോകണം. അല്ലാതെ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ ഒരറ്റത്ത് നമ്മൾ 1 കൊടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതെന്തല്ല, മൾട്ടിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കലല്ല. സോ യു ഹാവ് ടു സ്റ്റാർട്ട് നമ്പറിംഗ് ഫ്രം ഹിയർ. 1 2 3 4 5. ദിസ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 3-cyclohexyl cyclopent1ene is the correct IUPAC name of the compound. 3-cyclohexyl cyclopent1ene. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് CH3C ട്രിപ്പിൾ ബോണ്ട് CH ആൽക്കൈൻസ് ഇങ്ങനെ നെയിം ചെയ്യാം. ദിസ് ഈസ് പ്രൊപ്പൈൻ അല്ലേ? ദിസ് ഈസ് പ്രൊപ്പൈൻ. CH3C ട്രിപ്പിൾ ബോണ്ട് C CH2C ട്രിപ്പിൾ ബോണ്ട് CH ഇങ്ങനെ പേര് കൊടുക്കുക. 1 2 3 4 5 6. What is the name of this compound? Hexa 1,4 diene അല്ലേ? Hexa 1,4 diene is the correct IUPAC name of the compound. CH2 double bond CH CH2C triple bond C CH3. ഇവിടെ ആർക്കാ നമ്മൾ 1 കൊടുക്കുക? എവിടുന്ന നമ്പർ ചെയ്യുക? ലെഫ്റ്റ് നിന്നാണോ അതോ റൈറ്റ് നിന്നാണോ? നമ്പർ ചെയ്യുക ലെഫ്റ്റ് നിന്നാണോ അതോ റൈറ്റ് നിന്നാണോ? ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി? ഡബിൾ ബോണ്ടിനാണോ അതോ ട്രിപ്പിൾ ബോണ്ടിനാണോ കൂടുതൽ പ്രയോറിറ്റി? ഡബിൾ ബോണ്ടിനാണോ ട്രിപ്പിൾ ബോണ്ടിനാണോ കൂടുതൽ പ്രയോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ പ്രയോറിറ്റി ആണെന്നാണ് ഉത്തരം. ഓക്കെ, ഡബിൾ ബോണ്ടിനാണോ ട്രിപ്പിൾ ബോണ്ടാണോ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. ഡബിൾ ബോണ്ടിനാണ് സ്മോളർ നമ്പർ കിട്ടുന്നതെങ്കിൽ ആ രീതിയിൽ നമ്പർ ചെയ്യുക. ട്രിപ്പിൾ ബോണ്ടിനാണ് സ്മോളർ നമ്പർ കിട്ടുന്നതെങ്കിൽ ആ രീതിയിൽ നമ്പർ ചെയ്യുക. ഇവിടെ ഡബിൾ ബോണ്ട് എനിക്ക് 1 കൊടുക്കാൻ പറ്റും, ട്രിപ്പിൾ ബോണ്ടിന് 2 കൊടുക്കാൻ പറ്റും. അപ്പം ഡബിൾ ബോണ്ടിന് 1 കൊടുക്കുന്ന രീതിയിൽ കൗണ്ട് ചെയ്യാം. ദിസ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് നമ്പറിങ്. ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേര് ഹെക്സ് 1ene 4-ine. ഹെക്സ് 1ene 4-ine. ഇക്ക് ശേഷം AIOUY വന്നാൽ ഈ കട്ട് ചെയ്ത് കളയണം. ഇക്ക് ശേഷം ഇ എന്ന് പറഞ്ഞ ലെറ്ററിന് ശേഷം AIOUY വന്നു കഴിഞ്ഞാൽ ഒമിറ്റ് ഇ. സോ വാട്ട് ഈസ് ദ കറക്റ്റ് നെയിം? ഹെക്സ് 1ene 4-ine. Hex 1ene 4-ine is the correct IUPAC name. Next one. How do you name this compound? Double bondum triple bondum vannu. Arka makkala priority? Double bondum triple bondum vannu. Arka priority? Pettannu paranja chat box il. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ പ്രയോറിറ്റി ആണ്. ഡബിൾ ബോണ്ടിന് സ്മോളർ നമ്പർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതല്ല ട്രിപ്പിൾ ബോണ്ടിനാണ് സ്മോളർ നമ്പർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇവിടെ എനിക്ക് ട്രിപ്പിൾ ബോണ്ടിന് 1 കൊടുക്കാൻ പറ്റും, ഡബിൾ ബോണ്ടിന് 2 കൊടുക്കാൻ പറ്റും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിന് 1 കൊടുക്കുന്ന ഇതിൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഹെക്സ് 4-ene 1-ine. ഇക്ക് ശേഷം AIOUY വന്നാൽ ഒമിറ്റ് ഇ. ഹെക്സ് 4-ene 1-ine ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. നെക്സ്റ്റ് വൺ. CH ട്രിപ്പിൾ ബോണ്ട് C CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു. ആർക്കാ പ്രയോറിറ്റി? 2 പേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. 2 പേർക്കും ഒരേ നമ്പർ ആണെങ്കിലോ ദാറ്റ് ടൈം ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി വിൽ ഗോ ടു ഡബിൾ ബോണ്ട്. ഈൻ കംസ് ബിഫോർ ഐൻ. അത് എന്ത് പ്രയോറിറ്റിയാണ്? ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി മാത്രമാണ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒരേ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ആർക്ക് സപ്പോർട്ടീവാണ്? ഡബിൾ ബോണ്ടിന് സ്മോളർ നമ്പർ കിട്ടാൻ വേണ്ടി സപ്പോർട്ടീവാണ്. സോ യു ഗോ വിത്ത് ദിസ്. 1 2 3 4 5 6. What is the name of this compound? Hex 1-ene 5-ine. ഞാൻ ആ ഇ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ, മനസ്സിലായല്ലോ. ഇക്ക് ശേഷം AIOUY വന്നാൽ ഒമിറ്റ് ഇ. ഹെക്സ് 1-ene 5-ine is the correct IUPAC name of the compound. ഈ 3 എക്സാമ്പിളുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താണ്? സൈക്ലോ ഹെക്സാ 1,3 ഡൈഈൻ അല്ലേ? സൈക്ലോ ഹെക്സാ 1,3 ഡൈഈൻ.
ഓക്കെ സോറി, നമ്പറിനും ഇടയ്ക്ക് എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടൂ? കോമ മാത്രമേ ഉണ്ടാവാൻ പാടൂ കേട്ടോ. സൈക്ലോഹെക്സ 1,3 ഡൈഈൻ ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. നെക്സ്റ്റ് വൺ, what is the name of this compound? What is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താ നോക്കട്ടെ, ഇത് എത്ര പേര് കറക്റ്റ് ആക്കും നോക്കട്ടെ. What is the name of this compound? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ ഈ കോമ്പൗണ്ട് പേരെന്താണ്? Yes, anyone? What is the name of this compound? ഇത് കാണുമ്പോൾ കുറച്ച് കൂടുതൽ ആലോചിക്കും, ഇതിനെങ്ങനെ പേരെടുക്കുക എന്നല്ലേ. ഇവിടെ സിംഗിൾ ബോണ്ട് CH3 ആയിരുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. സിംഗിൾ ബോണ്ട് CH3 ആയിരുന്നെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ചാറ്റ് ബോക്സ് പറയും ഇറ്റ് ഈസ് 1-methyl cyclohexane എന്ന്. പക്ഷെ ഇതെന്തായാലും 1-methyl cyclohexane അല്ല. ഇറ്റ്സ് നോട്ട് 1-methyl cyclohexane. പിന്നെ ഇതാരാണ്? യെസ്, കറക്റ്റ്, റിസ്റ്റൽസയ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് 1-methyl cyclohexane. സൈക്ലോഹെക്സീൻ എന്ന് പറയണമെങ്കിൽ റിങ്ങിനുള്ളിൽ വേണം ഡബിൾ ബോണ്ട് വരാൻ. ഇറ്റ്സ് നോട്ട് 1-methyl cyclohexene, അങ്ങനെയും പറയാൻ പറ്റില്ല. അതിൻ്റെ കറക്റ്റ് പേരെന്താണ്? 1-methylene cyclohexane എന്ന് പറയാം. 1-methylene cyclohexane എന്ന് പറയാം. അതുമല്ലെങ്കിൽ 1-methylidene cyclohexane എന്ന് പറയാം. 1-methylidene cyclohexane എന്ന് പറയാം. കൂടുതൽ കറക്റ്റായ IUPAC നെയിം 1-methylidene എന്ന് പറയുന്ന കേട്ടോ. ദിസ് ഈസ് ദ പ്രോപ്പർ IUPAC നെയിം. ഡബിൾ ബോണ്ട് CH2 വന്നാൽ എന്താ പറയുക? 1-methylidene. ഓക്കെ, CH2 വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മെത്തിലിഡീൻ, മീത്തൈൽ അല്ല. സിംഗിൾ ബോണ്ട് CH3 ആണെങ്കിൽ 1-methyl എന്ന് പറയും. ഡബിൾ ബോണ്ട് CH2 വന്നു കഴിഞ്ഞാൽ 1-methylidene cyclohexane ഈസ് ദ കറക്റ്റ് IUPAC നെയിം. ശ്രദ്ധിക്കുക കേട്ടോ, ഇതും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. 1-methylidene cyclohexane. 1-methylene എന്നും പറയാറുണ്ട്, ബട്ട് മോർ കറക്റ്റ് ഈസ് 1-methylidene cyclohexane. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 CH3. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. അപ്പോൾ കുട്ടികൾ ചോദിക്കും അതെന്താണ് സാർ ഇവിടെ ഒരു ഡോട്ട്, ഇങ്ങനെ ഡോട്ട് ഇട്ട് എന്താ? അവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ദേ മീൻ ഈസ് യു ഹാവ് ടു ഫിൽ ദ ബാലൻസ്. ഇത് കാർബണിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് അറിയാലോ 4 അപ്പോൾ അവിടെ എന്ത് ബോണ്ടാണുള്ളത് നിങ്ങൾ ഗസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ബോണ്ടായിരിക്കും നിങ്ങൾ പറയൂ? എന്ത് ബോണ്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക? അവിടെ ഉറപ്പായിട്ടും വേണ്ടത് ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. എന്നാൽ മാത്രമേ കാർബണിൻ്റെ ബാലൻസ് കറക്റ്റ് ആവൂ അല്ലേ. അപ്പോൾ ഇയാളുടെ പേരെന്താ? 1 2 3 4 5 എന്താ പേര്? 4-methyl pent2-ine അല്ലേ. 4-methyl pent2-ine is the correct IUPAC name. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് പേര് പറഞ്ഞേ. ഈ കോമ്പൗണ്ട് പേര് പറഞ്ഞേ. യെസ്, എന്താ പേര്? ഇവിടെ ഇപ്പോൾ ഒരു ഡോട്ട് വന്നു അല്ലേ. ഇവിടെ ഒരു ഡോട്ട് വന്നു, ഇവിടെ ഒരു ഡോട്ട് വന്നു. ഇതിൻ്റെ പേര് ഇപ്പോൾ എന്താ കൊടുക്കുക? ഈ കാർബണിൻ്റെ വാലൻസി ഫില്ലാവാൻ വേണ്ടി അവിടെ ഡബിൾ ബോണ്ട് ആവണം, ഇവിടെയും എന്താവണം? ഡബിൾ ബോണ്ട് ആവണം. എന്നാൽ മാത്രമേ കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യൂ. 1 2 3 4 5 6 എന്താ അയാളുടെ പേര്? ഹെക്സാ 2,4 ഡൈഈൻ. ഹെക്സാ 2,4 ഡൈഈൻ. റെഡി? ദാറ്റ് ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. What is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താണ്? Can you make all the pi bonds as a part of parent chain? No, you cannot make that. You can make 2 double bond as a part of parent chain അല്ലേ. So make that 1 2 3 4 5 6 that is your parent chain. So what is the name of this compound? Yes, we know how to name this, right? 3-methylidene ഹെക്സാ 1,5 ഡൈഈൻ അല്ലേ. 3-methylidene ഹെക്സാ 1,5 ഡൈഈൻ. മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ ആസ് പാരന്റ് ചെയിൻ എന്നുള്ള റൂള് ആൽക്കെയിൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ കേട്ടോ. ആൽക്കീൻസോ ആൽക്കൈൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ യുവർ പാരന്റ് ചെയിൻ ഷുഡ് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ്, ഓൾ ദ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഓർ മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ്. ഞാൻ പറഞ്ഞ കാര്യം നോട്ട് ചെയ്യണം.
സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ ആസ് പാരന്റ് ചെയിൻ എന്നുള്ള റൂൾ ആർക്ക് മാത്രമാണ് അപ്ലിക്കബിൾ? ആൽക്കെയിൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ. ആൽക്കെയിൻസിലേക്കോ വന്ന നിങ്ങളുടെ പാരന്റ് ചെയിൻ ഏതാണ്? ഓൾ ദ മൾട്ടിപ്പിൾ ബോൺസ് ഉള്ളത് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് ഉൾക്കൊള്ളുന്ന ചെയിൻ ആണ് നിങ്ങളുടെ പാരന്റ് ചെയിൻ. ഈസ് ദാറ്റ് ക്ലിയർ ടു യു? യെസ്. 3-ethylidene hexa 1,5 diene. ഇതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യുക? പറഞ്ഞേ. ഈ കോമ്പൗണ്ട് നിങ്ങൾ എങ്ങനെയാണ് നെയിം ചെയ്യുക? ഇതിലേതാണ് പാരന്റ് ചെയിൻ? ഇതാണോ പാരന്റ് ചെയിൻ അതോ ഇതാണോ പാരന്റ് ചെയിൻ? രണ്ടിലും പൈ ബോണ്ട് ഉണ്ട് അല്ലേ? എനിക്ക് എന്തായാലും രണ്ടിനെയും കൂടെ ഒരു പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ സൈക്ലിക് റിങ്ങിനെ ഞാൻ എൻ്റെ പാരന്റ് ചെയിൻ ആക്കി. ഇനി അടുത്ത ചോദ്യം, ഞാൻ എവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക? ദിസ് ഈസ് 1. ഇവിടെയാണോ 1 കൊടുക്കേണ്ടത് അതോ ഇവിടെയാണോ 1 കൊടുക്കേണ്ടത്? ഞാൻ 3 പോയിന്റ് കാണിക്കാം. ദിസ് ഈസ് ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് സെക്കൻഡ് പോയിന്റ്, ദിസ് ഈസ് തേർഡ് പോയിന്റ്. ഞാൻ എവിടെയാണ് 1 കൊടുക്കുക? ഒന്ന് പറഞ്ഞേ കമൻറ്റ് ബോക്സിൽ. ഞാൻ ഇവിടെയാണോ 1 കൊടുക്കുക, ഇവിടെയാണോ 1 കൊടുക്കുക? പാരൻറ്റ് ചെയിൻ നമ്പർ ചെയ്യുമ്പം ദിസ് ഈസ് ഫസ്റ്റ് പോയിന്റ്, ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് സെക്കൻഡ് പോയിന്റ്, ദിസ് ഈസ് തേർഡ് പോയിന്റ്. എവിടെയാണ് ഞാൻ 1 കൊടുക്കുക? യെസ്, കുറച്ച് പേര് കറക്റ്റ് ആക്കുന്നുണ്ട്, കുറച്ച് പേര് പിന്നെയും തെറ്റിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇങ്ങനെ വരുമ്പം മൾട്ടിപ്പിൾ ബോണ്ടും സബ്സ്റ്റിറ്റ്യൂൻറ്റുമാണ് ആർക്കാ പ്രയോറിറ്റി? മൾട്ടിപ്പിൾ ബോണ്ടാണ് പ്രയോറിറ്റി. അപ്പം എന്നാൽ പിന്നെ ഇവിടെ കൗണ്ട് ചെയ്ത് പോകാൻ പറ്റുമോ? പോകാൻ പാടില്ല. മൾട്ടിപ്പിൾ ബോണ്ടിനെ കവർ ചെയ്ത് നിങ്ങൾ ട്രാവൽ ചെയ്യണം. സോ 1, 2, 3, 4, 5. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് നമ്പറിങ്. ഇനി പേര് പറഞ്ഞേ, എന്താ പേര്? ഈസ് ഇറ്റ് എത്തിലിഡീൻ? അല്ല. എത്തിലിഡീൻ എന്ന് പറയണമെങ്കിൽ പാരന്റ് ചെയിനുമായിട്ട് പൈ ബോണ്ട് വഴി അറ്റാച്ച് ചെയ്യണം. ഇത് എത്തിലിഡീൻ അല്ല. എത്തിലിഡീൻ എന്ന് പറയണമായിരുന്നുവെങ്കിൽ പാരന്റ് ചെയിനുമായിട്ട് ഡബിൾ ബോണ്ട് വഴി അറ്റാച്ച് ചെയ്യണമായിരുന്നു. ഇതാരാണ്? ദിസ് ഈസ് എത്തീൻ. എത്തീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. അപ്പം എത്തീനൈൽ. വാട്ട് ഈസ് ദിസ്? 3-ethynyl അല്ലേ? 3-ethynyl. എത്തീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്തീനൈൽ. 3-ethynyl cyclopentone is the correct IUPAC name. 3-ethynyl cyclopentone is the correct IUPAC name. Okay? Yes. Next one. How do you name this compound? ഈ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക? How do you name this compound? ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് അല്ലേ? 3 കാർബൺ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന നോർമൽ പ്രൊപ്പൈലാണ്. ഇതങ്ങനെയല്ല, ഇത് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് വഴി പാരന്റ് ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എന്താ പറയുക? ഐസോപ്രൊപ്പിലിഡീൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 1 ഐസോപ്രൊപ്പിലിഡീൻ cyclopentane. Right? 1 isopropylidene cyclopentane is the correct IUPAC name of the compound. Okay. Aditha question. Let's do more interesting questions. What is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താണ്? വിനൈൽ എന്നുള്ള പേര് IUPACയിൽ ആക്സെപ്റ്റഡ് അല്ല കേട്ടോ അതുൽ. വിനൈൽ എന്നുള്ള പേര് കോമൺ നെയിം ആണ്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് IUPAC സിസ്റ്റം. ഓക്കെ. യെസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇതിൽ ഏതാണ് പാരന്റ് ചെയിൻ? ഇതാണോ പാരന്റ് ചെയിൻ അതോ ഇതാണോ പാരന്റ് ചെയിൻ? എന്തായാലും ഇതിലും ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇതിലും ഒരു പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ പൈ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ ആണ് എൻ്റെ പാരന്റ് ചെയിൻ. അപ്പോൾ ഇതാണ് എൻ്റെ പാരന്റ് ചെയിൻ, എനിക്ക് മനസ്സിലായി. സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പാണ്, സൈക്ലോഹെക്സീൻ ആണ് എൻ്റെ പാരന്റ് ചെയിൻ. ഇനി അടുത്ത ചോദ്യം, നമ്പറിങ് എങ്ങനെ ചെയ്യും? അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1, 2, 3, 4, 5, 6 എന്നായിരിക്കും നിങ്ങൾ നമ്പർ ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ അടുത്ത ചോദ്യം, സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ എങ്ങനെ നമ്പർ ചെയ്യുക? നിങ്ങൾ എവിടെയാണ് 1 കൊടുക്കുക? ഇവിടെയാണോ 1 കൊടുക്കുക, ഇവിടെയാണോ 1 കൊടുക്കുക അതോ ഇവിടെയാണോ 1 കൊടുക്കുക? നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കുന്നു. ഞാൻ 3 പോയിന്റ് പറയാം. ദിസ് ഈസ് പോയിന്റ് നമ്പർ 1, ദിസ് ഈസ് പോയിന്റ് നമ്പർ 2, ദിസ് ഈസ് പോയിന്റ് നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് നമ്പർ 1 കൊടുക്കുക? ദിസ് ഈസ് പോയിന്റ് നമ്പർ 1, ദിസ് ഈസ് പോയിന്റ് നമ്പർ 2, ദിസ് ഈസ് പോയിന്റ് നമ്പർ 3. എവിടെയാണ് നിങ്ങൾ 1 കൊടുക്കുക? ഒന്ന് കമൻറ്റ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. അന്നൊക്കെ പറയുന്നു ഫസ്റ്റ് പോയിന്റിലാണ് കൊടുക്കുക എന്ന്. എല്ലാവരും ഫസ്റ്റ് പോയിന്റ് ആണോ പറയുന്നത്? എല്ലാവരും കറക്റ്റ് ആക്കിയല്ലോ. വെരി ഗുഡ്.
ഇവിടെയാണ് നമ്മൾ 1 കൊടുക്കുക കേട്ടോ. അല്ലാതെ അവിടെ പൈ ബോണ്ടിന് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ പോയി 1 കൊടുക്കരുത്. കാരണം എപ്പോഴും പാരന്റ് ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണാണ് 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂവൻസിനെ നെയിം ചെയ്യുമ്പം എപ്പോഴും പാരന്റ് ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണാണ് 1. സോ 1 2 3. ഓക്കെ, അപ്പം എന്താ പേര് പറ? 3 1-methyl prop2-enyl അല്ലേ? 1-methyl prop2-ene ആണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. 1-methyl prop2-ene സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുമ്പോൾ എന്താ പറയുക? 1-methyl prop2-enyl cyclohexone. This is the correct IUPAC name of the compound. Okay, this is the correct IUPAC name of the compound. Yes. Next is nomenclature of carboxylic acid. Nomenclature of carboxylic acid. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് നമ്മൾ നെയിം ചെയ്യുമ്പം സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ എന്താ പറയുക? ഓയിക് ആസിഡ് എന്നാണ് പറയുക അല്ലേ? ഓയിക് ആസിഡ് എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യും? കാർബോക്സിലിക് ആസിഡ് എന്നും യൂസ് ചെയ്യും. കാർബോക്സിലിക് ആസിഡ് നെയിം ചെയ്യുമ്പം സെക്കൻഡറി സഫിക്സ് ആയിട്ട് ഓയിക് ആസിഡ് എന്നും പറയാറുണ്ട്, കാർബോക്സിലിക് ആസിഡ് എന്നും പറയാറുണ്ട്. എപ്പോഴാണ് ഓയിക് ആസിഡ് യൂസ് ചെയ്യാം? വെൻ കാർബൺ ഈസ് പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. ഓക്കെ, COHലെ കാർബൺ പാരന്റ് ചെയിൻ്റെ പാർട്ടാണെങ്കിൽ നമ്മൾ ഓയിക് ആസിഡ് എന്നാണ് പറയുക. എപ്പോഴാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുക? വെൻ കാർബൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. COOHലെ കാർബൺ പാരന്റ് ചെയിൻ്റെ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, പ്രിഫിക്സ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കാർബോക്സി എന്നുള്ള ടേമും യൂസ് ചെയ്യും. പ്രിഫിക്സ് ആയിട്ട് കാർബോക്സിയും യൂസ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. CH3 CH CH2 CH3 CH2 COOH. എന്താ ഈ കോമ്പൗണ്ട് പേര് മക്കളെ? ഒന്ന് പറഞ്ഞേ. എവിടെയാണ് 1 സ്റ്റാർട്ട് ചെയ്യുക? ഇവിടുന്ന് 1 സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? യുവർ പാരന്റ് ചെയിൻ ഷുഡ് ഇൻക്ലൂഡ് യുവർ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? സോ 1 2 3 4 5. എന്താ പേര്? 3-methyl pentane അല്ലേ? പെൻറ്റെയിൻ 1-oic ആസിഡ് അല്ലേ? പെൻറ്റെയിൻ 1-oic ആസിഡ് എന്ന് പറയാം പെൻറ്റനോയിക് ആസിഡ് അല്ലേ? 3-methyl pentanoic acid. 3-methyl pentanoic acid is the correct IUPAC name. ഇയാളെ പേരെന്ന് പറഞ്ഞേ. എന്താ ഈ കോമ്പൗണ്ട് പേര്? 1 2 3 4 5 അല്ലേ? എന്താ ഇയാളുടെ പേര്? 4,4 dimethyl 4,4 dimethyl pentanoic acid അല്ലേ? pentane 1-oic acid. What is that? Pentanoic acid. 4,4 dimethyl pentanoic acid is the correct IUPAC name. Next one. What is the IUPAC name of this compound? ഇയാളുടെ പേരെന്താ? 1 2 3 അല്ലേ? 1 2 3. അപ്പം എന്താ പേര്? propane അല്ലേ? prop is the word root, ane is the primary suffix. propane 1,3 dioic acid. Dioic acid. propane 1,3 dioic acid is the correct IUPAC name. അപ്പം ഈ കട്ട് ചെയ്ത് കളയാൻ പാടുമോ? പാടില്ല. കാരണം എന്താ? ഇക്ക് ശേഷം D ആണ് അല്ലേ? propane 1,3 dioic acid. ഇയാളുടെ പേരെന്താ? 1 2 3 4 5. യെസ്, എന്താ പേര്? 3-ethyl 3-methyl അല്ലേ? 3-ethyl 3-methyl മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടേ. യെസ്, 3-ethyl 3-methyl pentane 1,5 dioic acid. എടാ, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഈ 1,5 dioic acid എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എപ്പോഴും എവിടെയാണ് വരിക? അറ്റത്താണ് വരിക. സോ യു ക്യാൻ നെയിം ഇറ്റ് 3-ethyl 3-methyl pentane dioic acid. ഇങ്ങനെ നെയിം ചെയ്താലും യാതൊരു തെറ്റുമില്ല. കാരണം പെൻറ്റെയിൻ ഡൈഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും എന്താണ്? 1,5 dioic acid ആണ്.
COOH ഗ്രൂപ്പ് വേറെ ഒരു പൊസിഷനിലും വരില്ല, അത് എവിടെയേ വരൂ, രണ്ടറ്റത്ത് മാത്രമേ വരൂ. സോ പെൻറ്റൈൻ ഡയോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്, പെൻറ്റൈൻ 1,5 ഡയോയിക് ആസിഡ്. അതേപോലെ ഈ കോമ്പൗണ്ടിനെ പ്രൊപ്പെയിൻ ഡയോയിക് ആസിഡ് എന്ന് പറഞ്ഞോളൂ, ഒരു തെറ്റുമില്ല. കാരണം ഈ ഗ്രൂപ്പ് എവിടെ മാത്രമേ വരൂ, ടെർമിനലിൽ മാത്രമേ വരൂ. പ്രൊപ്പെയിൻ ഡയോയിക് ആസിഡ് വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവരും വരയ്ക്കുക പ്രൊപ്പെയിൻ 1,3 ഡയോയിക് ആസിഡ് ആണ്. ക്യാൻ യു ഡ്രോ പ്രൊപ്പെയിൻ 1,2 ഡയോയിക് ആസിഡ്? നോ, യു കനോട്ട്. Can you draw pentane 1,3 ഡയോയിക് ആസിഡ്? ഇല്ല. പെൻറ്റൈൻ ഡയോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെൻറ്റൈൻ 1,5 ഡയോയിക് ആസിഡ് മാത്രമാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH2 COOH CH COOH CH2 COOH. What is the correct IUPAC name of the compound? എന്താണ് ഈ കോമ്പൗണ്ടിൻ്റെ കറക്റ്റ് IUPAC നെയിം? അപ്പം നമ്മൾ മാക്സിമം ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കിയാൽ 1, 2, 3, 4, 5 എന്ന് കൗണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 കാർബോക്സി പെൻറ്റൈൻ 1,5 ഡയോയിക് ആസിഡ് എന്ന പേര് കൊടുക്കാം. ബട്ട് ദിസ് ഈസ് റോങ്. ദിസ് ഈസ് അക്കോർഡിംഗ് ടു ഓൾഡ് IUPAC സിസ്റ്റം. ശ്രദ്ധിക്കണേ, ഞാൻ ഇപ്പോൾ എഴുതിയ ഈ പേര് കണ്ടോ, 3 കാർബോക്സി പെൻറ്റൈൻ 1,5 ഡയോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ IUPAC സിസ്റ്റമാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഒന്നിലധികം ഫങ്ഷൻ ഗ്രൂപ്പ്, പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗിവ് ഐഡന്റിക്കൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ദ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ്സ്. ഒന്നുകിൽ എല്ലാവരെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കുക, അല്ലെങ്കിൽ ആരെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കാതിരിക്കുക. ഒന്നിലധികം പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗിവ് ഐഡന്റിക്കൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ദ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പ്സ്. ഒന്നുകിൽ എല്ലാവരെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കുക, അല്ലെങ്കിൽ ആരെയും പാരന്റ് ചെയിൻ്റെ പാർട്ട്. എനിക്കിപ്പോൾ എല്ലാവരെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്കിപ്പോൾ 3 COOHനെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? ആരെയും ഞാൻ പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കുന്നില്ല. യെസ്, വാട്ട് ഈസ് ദ നെയിം? പ്രൊപ്പെയിൻ 1, 2, 3 ട്രൈ കാർബോക്സിലിക് ആസിഡ്. അവിടെ എന്താ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞത്? ബിക്കോസ് ദോസ് കാർബൺ ആറ്റംസ് ആർ നോട്ട് കൗണ്ടഡ് ആസ് എ പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. അപ്പോൾ പ്രൊപ്പെയിൻ 1, 2, 3 ട്രൈ കാർബോക്സിലിക് ആസിഡ് ഈസ് ദ കറക്റ്റ് നെയിം. യെസ്, കുറേ പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുകയെന്ന് മനസ്സിലായി. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. സോ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതാം കേട്ടോ. യെസ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താ മക്കളെ? ഈ കോമ്പൗണ്ട് പേരെന്താ? യെസ്, അഗെയിൻ സൈക്ലോഹെക്സെയിൻ 1,3 ഡൈകാർബോക്സിലിക് ആസിഡ്. എന്താ അവിടെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദോസ് കാർബൺ ആറ്റംസ് ആർ നോട്ട് പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. ഈ കാർബൺ ആറ്റം എന്തല്ല? പാരന്റ് ചെയിൻ്റെ പാർട്ടല്ല. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വേണം പറയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the IUPAC name of this compound? ഈ കോമ്പൗണ്ട് IUPAC നെയിം എന്താ പറയൂ? ഈ കോമ്പൗണ്ട് IUPAC നെയിം is it ethane 1,2 dicarboxylic acid? Is it ethane 1,2 dicarboxylic acid? ആണോ? അല്ല. കാരണം എന്താ? ഐ ക്യാൻ മേക്ക് ഓൾ ദ COOH as a part of parent chain. എനിക്കിവിടെ എല്ലാ COOHനെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആക്കുക, അല്ലാതല്ല. ഓക്കെ, സോ മേക്ക് ദിസ് ആസ് എ പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. ഇഫ് ഐ ക്യാൻ മേക്ക് ഓൾ ദ COOH as a part of parent chain, മേക്ക് ഇറ്റ്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ആരെയും നമ്മൾ ആക്കാതിരിക്കുക, അല്ലേ? സോ വാട്ട് ഈസ് ദ കറക്റ്റ് IUPAC നെയിം? ദിസ് ഈസ് പ്രൊപ്പെയിൻ ഡയോയിക് ആസിഡ്, അല്ലേ? പ്രൊപ്പെയിൻ 1,4 ഡയോയിക് ആസിഡ്, ഓർ യെസ് യു ക്യാൻ കോൾ ഇറ്റ് പ്രൊപ്പെയിൻ, സോറി നോട്ട് പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. 4 കാർബൺ അല്ലേ? സോ ബ്യൂട്ടെയിൻ 1,4 dioic acid or butane dioic acid is the correct IUPAC name. Understand? Yes, yes, yes. എല്ലാവരും കറക്റ്റ് ആക്കി. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. What is the IUPAC name of this compound? ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണ്? What is the name of this What is the IUPAC name of this compound? ഏതാ പാരന്റ് ചെയിൻ? Your parent chain is not the longest chain. Your parent chain is the one which contain all the principal function groups. എല്ലാ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പിനെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു പാരന്റ് ചെയിൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതാണ് നിങ്ങളുടെ പാരന്റ് ചെയിൻ. സോ ദിസ് ചെയിൻ
ഈസ് യുവർ പാരൻറ്റ് ചെയിൻ. ഓക്കെ, ദാറ്റ് ഈസ് യുവർ പാരൻറ്റ് ചെയിൻ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. പാരൻറ്റ് ചെയിൻ ഇങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. യുവർ പാരൻറ്റ് ചെയിൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. സോ വാട്ട് ഈസ് ദ നെയിം? 1 2 3 4. യെസ്, 2-butyl propane 1,3 dioic acid is the correct IUPAC name of the compound. Right. So where do we use carboxy? ഓയിക് ആസിഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. ഓയിക് ആസിഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. കാർബോക്സിലിക് ആസിഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. എവിടെയാണ് കാർബോക്സി യൂസ് ചെയ്യുക? നോക്കൂ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ പറയും നിങ്ങൾ? ഈ കോമ്പൗണ്ടിൻ്റെ പേര് പറയുമ്പം 1 2 3 4 5 6. ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ ഈ COH കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ കാർബൺ പാരന്റ് ചെയിനുമായിട്ട് നേരിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ COHലെ കാർബണും പാരന്റ് ചെയിനുമായിട്ട് നേരിട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഇത് പാരന്റ് ചെയിനുമായിട്ട് നേരിട്ട് അറ്റാച്ച്ഡ് കൂടിയല്ല. അവിടെ നിങ്ങൾ കാർബോക്സി എന്ന് വേണം പറയാൻ. If the carbon atom of COH is not even directly attached to parent chain, you have to name it prefix carboxy. So what is the name? 2-carboxymethyl. അല്ലേ? അപ്പോൾ ആ കോമ്പൗണ്ട് ആരായി മാറി? കാർബോക്സിമീഥൈൽ. 2-carboxymethyl cyclohexane 1,4 dicarboxylic acid is the correct IUPAC name. അല്ലേ? 2-carboxymethyl. This carbon is not even directly connected to parent chain. അല്ലേ? അപ്പോൾ കാർബോക്സി എന്നാ പറയുക. 2-carboxy, ഇവിടെ ഒരു കാർബൺ ഇല്ലേ? അപ്പോൾ 2-carboxymethyl cyclohexane 1,4 dicarboxylic acid is the correct IUPAC name. അപ്പോൾ മക്കളെ, എവിടെയാണ് ഓയിക് ആസിഡ് യൂസ് ചെയ്യുക, എവിടെയാണ് കാർബോക്സിലിക് ആസിഡ് യൂസ് ചെയ്യുക, എവിടെയാണ് കാർബോക്സി യൂസ് ചെയ്യുക എന്നുള്ള പോയിന്റ് ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, ക്ലിയർ ആണോ? എവിടെയാണ് ഓയിക് ആസിഡ് യൂസ് ചെയ്യുക, എവിടെയാണ് കാർബോക്സിലിക് ആസിഡ് യൂസ് ചെയ്യുക, എവിടെയാണ് കാർബോക്സി യൂസ് ചെയ്യുക എന്നൊക്കെ ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, നോമൻക്ലേച്ചർ ഓഫ് ആൽഡിഹൈഡ്സ്. നോമൻക്ലേച്ചർ ഓഫ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സ് നമ്മൾ നെയിം ചെയ്യുമ്പം സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ ആൽ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ കാർബാൽഡിഹൈഡ് എന്ന് പറയും അല്ലേ? ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി സഫിക്സ് ആയിട്ട് ആൽ എന്ന് പറയും, അല്ലെങ്കിൽ കാർബാൽഡിഹൈഡ് എന്ന് പറയും. പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഓക്സോ അല്ലെങ്കിൽ ഫോർമൈൽ എന്ന് യൂസ് ചെയ്യും അല്ലേ? പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഓക്സോ അല്ലെങ്കിൽ ഫോർമൈൽ യൂസ് ചെയ്യും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. എപ്പോഴാണ് ആൽ യൂസ് ചെയ്യുക, എപ്പോഴാണ് കാർബാൽഡിഹൈഡ് യൂസ് ചെയ്യുക, എപ്പോഴാണ് ഓക്സോ യൂസ് ചെയ്യുക, എപ്പോഴാണ് ഫോർമൈൽ യൂസ് ചെയ്യുക, എപ്പോഴാണ് ആൽ യൂസ് ചെയ്യുക? when carbon atom is part of parent chain. ആ CHOയിലെ കാർബൺ പാരന്റ് ചെയിൻ്റെ പാർട്ടാണെങ്കിൽ ആൽ എന്ന് പറയും അല്ലേ? എപ്പോഴാണ് കാർബാൽഡിഹൈഡ് യൂസ് ചെയ്യുക? when carbon is not a part of parent chain. not a part of parent chain. ഇതുപോലെ തന്നെയാണ് ഓക്സോയും ഫോർമൈലും വരിക കേട്ടോ. അത് പക്ഷേ പ്രിഫിക്സ് ആയിട്ട് വരുമ്പോഴേന്നുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഡു ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, what is the name of this compound? ഈ കോമ്പൗണ്ട് പേരെന്താ? ഇവിടെ 2 ഗ്രൂപ്പുകളുണ്ട് അല്ലേ? സോ യു ഹാവ് ടു സെലക്ട് വിച്ച് ഈസ് യുവർ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. നിങ്ങളുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാം? നിങ്ങൾക്കറിയാം 13 ഗ്രൂപ്പുകൾക്കാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രയോറിറ്റി ഉള്ളത് അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് സഫിക്സ് പ്രയോറിറ്റി ഉള്ള 13 ഫങ്ഷണൽ ഗ്രൂപ്പുകളാണുള്ളത്. 13 ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കാണ് സഫിക്സ് പ്രയോറിറ്റി ഉള്ളത്. ആരൊക്കെയത്? വിച്ച് ആർ ദ 13 ഗ്രൂപ്പ്സ് വിച്ച് ഹാവ് സഫിക്സ് പ്രയോറിറ്റി? ആദ്യ മാർക്കാണ് കാർബോക്സിലിക് ആസിഡിന് ടോപ്പ് പ്രയോറിറ്റി അല്ലേ? ആദ്യത്തെ 6 സ്ഥാനങ്ങളും മാർക്കാണ് കാർബോക്സിലിക് ആസിഡുകൾക്കും അവരുടെ ഡെറിവേറ്റീവ്സിനുമാണ് ഫസ്റ്റ് 6 പൊസിഷൻ. കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, ആസിഡ് അൺഹൈഡ്രൈഡ്,
എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ് അല്ലേ? ആദ്യത്തെ 6 പ്രയോറിറ്റി, ടോപ്പ് 6 പ്രയോറിറ്റി ആർക്കാണ്? ടോപ്പ് 6 പ്രയോറിറ്റി ഗോസ് ടു acids and their derivatives. Carboxylic acid, sulfonic acid, acid anhydride, ester, acid halide, acid amide. ഇപ്പം തന്നെ പഠിക്കുക 6 പ്രയോറിറ്റി. കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, ആസിഡ് അൺഹൈഡ്രേറ്റ്, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്. 7ഉം 8ഉം ആരാ? സയനൈഡും ഐസോസയനൈഡുമാണ് 7ഉം 8ഉം സ്ഥാനങ്ങൾ. സയനൈഡും ഐസോസയനൈഡും കഴിഞ്ഞാലോ ആൽഡിഹൈഡും കീറ്റോണുമാണ്. ആൽഡിഹൈഡും കീറ്റോണും കഴിഞ്ഞാലോ ആൽക്കഹോളും തയോ ആൽക്കഹോളുമാണ്. ആൽക്കഹോളും തയോ ആൽക്കഹോളും കഴിഞ്ഞാലോ പിന്നെ അമീൻസ് ആണ്. ഇതാണ് 13 സഫിക്സ് പ്രയോറിറ്റിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. സഫിക്സ് പ്രയോറിറ്റിയുള്ള 13 ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പ്രയോറിറ്റി ഓർഡർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, ആസിഡ് അൺഹൈഡ്രേറ്റ്, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്, ടോപ്പ് 6 പ്രയോറിറ്റി. പിന്നെ സയനൈഡ്, ഐസോസയനൈഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, തയോ ആൽക്കഹോൾ. അവസാനം 13ാമത്തെ പ്രയോറിറ്റി ആർക്കാണ്? അമീൻസിനാണ്. പഠിച്ചു വെക്കുക. സോ ഇവിടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി കാർബോക്സിലിക് ആസിഡാണ് പ്രയോറിറ്റി അല്ലേ? അപ്പം 1 2 3 4 5 ഞാൻ ഈ കാർബണിനെ പാരന്റ് ചെയിൻ്റെ പാർട്ടായിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? പിന്നെ ഞാൻ ഫോർമൈൽ എന്ന് പറയില്ല, പിന്നെ ഞാൻ ഓക്സോ എന്നേ പറയൂ. അപ്പോൾ ഇയാളുടെ പേരെന്താ? 5 ഓക്സോ പെൻറ്റനോയിക് ആസിഡ്. ഓക്കെ, 5 ഓക്സോ പെൻറ്റനോയിക് ആസിഡ്. ഇവിടെ എന്താ ഓക്സോ എന്ന് വിളിക്കാൻ കാരണം ദിസ് കാർബൺ ഈസ് ഓൾറെഡി കൗണ്ടഡ് ആസ് എ പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഓക്സിനെ പറഞ്ഞാൽ മതി. 5 ഓക്സോ പെൻറ്റനോയിക് ആസിഡ്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ ടു യു? ഇനി ഇതേ സ്ഥാനത്ത് ഇങ്ങനെ വന്നിരുന്നെങ്കിലോ CH3 CH2 CH2 C ഡബിൾ ബോണ്ട് OH CH2 COOH. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ കൂട്ടിലേ പറയൂ? ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ പറയാം? ഇവിടെയും എനിക്കിവിടെ കാണാൻ പറ്റും COH ആണ് എൻ്റെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? കാരണം അതാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം. അപ്പം ഞാൻ 1 2 3 4 5 എൻ്റെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ലോങ്ങസ്റ്റ് ചെയിൻ ആണ് എന്ത്? എൻ്റെ പാരന്റ് ചെയിൻ. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ലോങ്ങസ്റ്റ് ചെയിൻ ആണ് എൻ്റെ പാരന്റ് ചെയിൻ. ഇത് വെറും ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. ഇനി ഇയാളുടെ പേര് പറ. ഇപ്പം ഇയാളുടെ പേര് 3,4-മൈൽ പെൻറ്റനോയിക് ആസിഡ് എന്നാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ എല്ലാവർക്കും? നോക്ക്, ഇവിടെ ഈ കാർബൺ ആറ്റം പാരന്റ് ചെയിൻ്റെ പാർട്ടായിട്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. പെൻറ്റനോയിക് ആസിഡിലെ ഒരു കാർബൺ ആരാ? ആ കാർബണാണ്. അപ്പോൾ നിങ്ങൾ ഫോർമൈൽ എന്ന് പറയരുത്, ബാക്കി ഓക്സോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ഈ കാർബൺ പാരന്റ് ചെയിൻ്റെ പാർട്ടല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം? 3,4-മൈൽ പെൻറ്റനോയിക് ആസിഡ് തന്നെ പറയണം. ഈ 2 എക്സാമ്പിളും നോട്ട് ചെയ്ത് വെക്കുക, കാരണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനറൽ ആയിട്ട് നമുക്ക് ഇനി ആൾഡിഹൈഡ്സിൻ്റെ നെയിമിലേക്ക് കിടക്കാം. CH3 CH2 C ഡബിൾ ബോണ്ട് OH. എന്താ അയാളുടെ പേര്? ദിസ് ഈസ് പ്രൊപ്പനാൽ അല്ലേ? 3 കാർബൺ, 1 2 3. പ്രൊപ്പെയിൻ 1 ആൽ എന്ന് പറയണോ? പറഞ്ഞ തെറ്റൊന്നുമില്ല. പക്ഷേ ആൾഡിഹൈഡ് ഗ്രൂപ്പും എവിടെ മാത്രമേ വരൂ? ടെർമിനൽ പൊസിഷൻസിൽ മാത്രമേ വരൂ. സോ ഇറ്റ് ഈസ് പ്രൊപ്പനാൽ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താ? 1 2 3 4. എന്താണ്? ബ്യൂട്ടെയിൻ 1,4-ഡയാൽ. ഇനി 1,4 പറഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. CHO ഗ്രൂപ്പ് ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, അറ്റത്ത് മാത്രമേ വരൂ. അപ്പം എന്താ പേര്? ബ്യൂട്ടെയിൻ ഡയാൽ എന്ന് പറഞ്ഞാലും നത്തിങ് റോങ്. ബ്യൂട്ടെയിൻ ഡയാൽ, ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. What is the name of this compound? Cyclohexane 1,3 ഡൈകാർബാൾഡിഹൈഡ് അല്ലേ? അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? കാർബാൾഡിഹൈഡ് എന്ന് യൂസ് ചെയ്തു. കാരണം എന്താ? ബിക്കോസ് ദീസ് കാർബൺ ആറ്റംസ് ആർ നോട്ട് എ പാർട്ട് ഓഫ് പാരന്റ് ചെയിൻ അല്ലേ? അപ്പോൾ എന്താ? കാർബാൾഡിഹൈഡ് എന്നാണ് നമ്മൾ പറയുക. What is the name of this compound? സെക്കൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്താ പാരന്റ് ചെയിൻ ഇൻക്ലൂഡ് ചെയ്തത്? മക്കളെ, സെക്കൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല കേട്ടോ.
you have to select your principal functional group. Once you select your principal functional group, everything else become substituents. നിങ്ങളുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പിന്നെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂൻസ് മാത്രമാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എങ്ങനെ നമ്പർ ചെയ്യാം? 1 2 3. അപ്പം എന്താ പേര്? 1 2 3 അല്ലേ? 2 പ്രൊപ്പൈൽ, 2 പ്രൊപ്പൈൽ, propane diol, propane 1,3 diol, or simply propane diol is also right. ഫാത്തിമയ്ക്കും ഷംസൂനും ക്ലിയർ ആണോ? അതായത് ഫാത്തിമേൻ്റെയും ഷംസൂനും ഡൗട്ട് ഇതാണ്, ഈ കോമ്പൗണ്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എടുക്കാഞ്ഞത് പാരന്റ് ചെയിൻ, അതാണോ ഡൗട്ട്? രണ്ടുപേരൊന്ന് പറഞ്ഞേ, ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യാത്തത് എന്താണ് എന്നാണോ നിങ്ങളുടെ ഡൗട്ട്? ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡാണ്. പിന്നെ ബാക്കി എല്ലാവരും സബ്സ്റ്റിറ്റ്യൂൻസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ലോങ്ങസ്റ്റ് ചെയിൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഇത് ആര് മാത്രമാണ്? ഇയാൾ പിന്നെ മറ്റേതോ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അവിടെ അയാൾ ആര് മാത്രമാണ്? ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് മാത്രമാണ്. ഈത്തൈലും ഫോർമൈലും വന്ന ആർക്കാ പ്രയോറിറ്റി? ഈത്തൈലിനാണ് നമ്മൾ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി എടുക്കുക. വെറും ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് മാത്രമാണ്. ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് പിന്നെ ആര്? ഈ CHO എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്, ഓക്കെ. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ രണ്ടുപേരും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇതും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇതും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം എല്ലാ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പും ഇൻക്ലൂഡ് ചെയ്യുന്ന ചെയിനാണ് എൻ്റെ പാരന്റ് ചെയിൻ. ഓക്കെ, യെസ്. ഇയാളുടെ പേരെന്തായിരിക്കും? ഇയാളുടെ പേര് പ്രൊപ്പെയിൻ 1 2 3 ട്രൈകാർബാൾഡിഹൈഡ് അല്ലേ? പ്രൊപ്പെയിൻ 1 2 3 ട്രൈകാർബാൾഡിഹൈഡ് is the correct IUPAC name. ഇയാളുടെ പേരെന്തായിരിക്കും? 1 2 3. നോക്കൂ, ഈ CHO പാരന്റ് ചെയിനുമായിട്ട് നേരിട്ട് പോലും കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ പേരെടുക്കുക? അതിനെ പ്രിഫിക്സ് കൊടുക്കണം. 2 ഫോർമൈൽ മീത്തൈൽ, 2 ഫോർമൈൽ മീത്തൈൽ സൈക്ലോഹെക്സൈൻ 1,3 ഡൈകാർബാൾഡിഹൈഡ് അല്ലേ? 2 ഫോർമൈൽ മീത്തൈൽ സൈക്ലോഹെക്സൈൻ 1,3 ഡൈകാർബാൾഡിഹൈഡ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പേര് കൊടുക്കാൻ പറ്റുക? അയ്യോ, സൈക്ലോപ്രൊപ്പെയിൻ ആണേ. യെസ്, ഹലോ സൈക്ലോപ്രൊപ്പെയിൻ 1 2 3 ട്രൈകാർബാൾഡിഹൈഡ് ആണേ. യെസ്, ഇത് 2 ഫോർമൈൽ മീത്തൈൽ സൈക്ലോഹെക്സൈൻ 1,3 ഡൈകാർബാൾഡിഹൈഡ്, അല്ലെങ്കിൽ 2 ഓക്സോ ഈത്തൈൽ ഇങ്ങനെയും പറയാം. സൈക്ലോഹെക്സൈൻ 1,3 ഡൈകാർബാൾഡിഹൈഡ്. ഇത് രണ്ടും ശരിയാണ് കേട്ടോ. നിങ്ങൾക്ക് രണ്ടും ശരിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞേ. ഇതിനെനിക്ക് വേണമെങ്കിൽ 1 എന്ന് പേര് കൊടുത്തിട്ട് ഇതിനെ ഫോർമൈൽ മീത്തൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ 1 2 എന്ന് കൗണ്ട് ചെയ്തിട്ട് 2 ഓക്സോ ഈത്തൈൽ എന്ന് പറയാം. ഈസ് ആർ ക്ലിയർ ടു യു? ഈ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഇത് രണ്ടും ശരിയാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് 2 ഫോർമൈൽ മീത്തൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ 2 ഓക്സോ ഈത്തൈൽ എന്ന് പറയാം. രണ്ടും ശരിയാണ്. സൈക്ലോഹെക്സൈൻ 1,3 ഡൈകാർബാൾഡിഹൈഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഇതൊക്കെയാണ് ആൾഡിഹൈഡ്സിൻ്റെ നെയിമിങ്. ഇനി nomenclature of amides. Nomenclature of amides. Okay. അപ്പം അമൈഡ്സ് നെയിം ചെയ്യുമ്പം സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുക
അമൈഡ് എന്ന് തന്നെയാണ്. അമൈഡ് എന്ന് പറഞ്ഞാൽ ആ സി ഡബിൾ ബോണ്ടോ NH2 അല്ലേ? ആ കാർബണിനെ കൗണ്ട് ചെയ്തില്ലെങ്കിൽ കാർബമൈഡ് എന്ന് വേണം കൊടുക്കാൻ. പ്രഫിക്സ് ആയിട്ട് കൊടുക്കുക കാർബമോയിൽ എന്നാണ്. പ്രഫിക്സ് ആയിട്ട് കൊടുക്കുക കാർബമോയിൽ എന്നാണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. CH3 CH2 സി ഡബിൾ ബോണ്ടോ NH2. എന്താ ഇതിൻ്റെ പേര് നിങ്ങൾ പറയൂ? 1 2 3 പ്രൊപ്പെയിൻ 1 അമൈഡ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? സിംപ്ലി പ്രൊപ്പനമൈഡ് എന്ന് പറയാം അല്ലേ? പ്രൊപ്പെയിൻ 1 അമൈഡ് ഓർ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പനമൈഡ്. ഈ കോമ്പൗണ്ട് പേരെന്താ മക്കളെ? 1 2 3 4 5 6. എന്താ ഈ കോമ്പൗണ്ട് പേര് പറയൂ? 4,4-dimethyl 4,4-dimethyl hex2ene 1 amide അല്ലേ? ഓർ ഇനമൈഡ് എന്ന് ചേർത്ത് പറയാം. 4,4-dimethyl hex2-enamide. ഓക്കെ, hex2-enamide. That is the correct IUPAC name of the compound. ഈ കോമ്പൗണ്ട് എങ്ങനെ പേര് കൊടുക്കുക? ഈ കോമ്പൗണ്ടിന് എന്താ പേര് കൊടുക്കുക? 1 2 3 അല്ലേ? 1 2 3 4 2-butyl propane 1,3-diamide അല്ലേ? 2-butyl propane 1,3-diamide is the correct IUPAC name of the compound. ഈ കോമ്പൗണ്ട് എന്താ പേര് കൊടുക്കുക? ഈ കോമ്പൗണ്ട് എന്താ പേര് കൊടുക്കുക? നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ചാറ്റ് ബോക്സിൽ ഈ കോമ്പൗണ്ടിൻ്റെ പേര് പറയൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആണ്, ശ്രദ്ധിക്കണേ. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. ഇവിടെ സി ഡബിൾ ബോണ്ടോ NH2 ആണ്. എന്താണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്? നോക്കട്ടെ എത്ര പേര് ശരിയാക്കുന്നു. യെസ്. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? എവിടെ എന്താ ആരും ഒന്നും പറയാത്തെ ചാറ്റ് ബോക്സിലും? ഫൈവ് ഓക്സോപെൻഡമൈഡ്. എടാ ഇത് COH ആടാ. ഈ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പാണ്, ഇത് അമൈഡിൻ്റെ ഗ്രൂപ്പാണ് അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 5 കാർബമോയിൽ പെൻറ്റനോയിക് ആസിഡ് 5 കാർബമോയിൽ പെൻറ്റനോയിക് ആസിഡ് 5 കാർബമോയിൽ പെൻറ്റനോയിക് ആസിഡ്. എല്ലാവരും പറയുന്നത് 5 കാർബമോയിൽ പെൻറ്റനോയിക് ആസിഡ് എന്നാണ്, വിച്ച് ഈസ് റോങ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കും എന്ന് പറഞ്ഞത് അതാണ്. 5 കാർബമോയിൽ പെൻറ്റനോയിക് ആസിഡ് തെറ്റാണ്. എന്താ കാരണം? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാർബോക്സിലിക് ആസിഡാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ 1 2 3 4 ഒരാൾ ശരിയാക്കി. ഷമീന അയ്യൂബ് കറക്റ്റായിട്ട് പറഞ്ഞു. നോക്കൂ മക്കളെ, ഈ മൊത്തം ഗ്രൂപ്പാണ് എന്ത്? കാർബമോയിൽ എന്ന് പറയുന്നത്. പിന്നെ കാർബണിനെ വീണ്ടും കൗണ്ട് ചെയ്യാൻ പാടില്ല. ഈ മൊത്തം കാർബണാണ് കാർബമോയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കാർബമോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർബമോയിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എവിടെയുള്ളത്? 4th കാർബണിലാണ് ഉള്ളത്. സോ കറക്റ്റ് പേരെന്താ? 4 കാർബമോയിൽ 4 കാർബമോയിൽ ബ്യൂട്ടനോയിക് ആസിഡ് എന്നുള്ളതാണ് അയാളുടെ കറക്റ്റ് IUPAC നെയിം. കാരണം ഈ സി ഡബിൾ ബോണ്ടോ NH2 ഞാൻ കാർബമോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കാർബൺ ഞാൻ കൗണ്ട് ചെയ്തിട്ടാണ് കാർബമോയിൽ എന്ന് പറഞ്ഞത്. പിന്നെ അതിനെ വീണ്ടും പാരൻറ്റീൻ്റെ പാർട്ടായിട്ടും കൗണ്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ ടു യു? യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി ഓരോ കോമ്പൗണ്ടുകളുടെ നെയിമിങ് മക്കളെ. ഇങ്ങനെ ഓരോ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ സഫിക്സ് എന്താ നോക്കുക, പ്രിഫിക്സ് എന്താ നോക്കുക, ആ രീതിയിൽ നെയിം ചെയ്ത് പോകട്ടോ. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കണമെന്നുണ്ട്, ബട്ട് ഐ ഹാവ് ടൈം ലിമിറ്റേഷൻ. അതുകൊണ്ട് ശ്രദ്ധിക്കാം. നോമൻക്ലേച്ചർ ഓഫ് എസ്റ്റേഴ്സ്.
നോമൻക്ലേച്ചർ ഓഫ് എസ്റ്റേഴ്സ്. എങ്ങനെ എസ്റ്റേഴ്സിനെ നെയിം ചെയ്യാം? എസ്റ്റേഴ്സിനെ നെയിം ചെയ്യുമ്പം ആർ സി ഡബിൾ ബോണ്ടോ ഒ ആർ ഡാഷ്. ഇതിലെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പിനെ പറഞ്ഞുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എസ്റ്റേഴ്സിനെ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിനെ പറഞ്ഞുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൽക്കൈൽ, ആൽക്കനോവേറ്റ്, ആൽക്കൈൽ, ആൽക്കനോവേറ്റ്. ഇതാണെന്ത്? ആൽക്കൈൽ. ആരാണ് ആൽക്കൈൽ? ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പാണ് ആൽക്കൈൽ. ഓക്കെ, ഇതെന്താണ്? ആൽക്കനോവേറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. CH3 C ഡബിൾ ബോണ്ടോ OCH3. എന്താ മക്കളെ ഈ കോമ്പൗണ്ട് പേര്? ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിനെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മീത്തൈൽ 1 2. ആരാണ്? എത്തനോവേറ്റ്. മീത്തൈൽ എത്തനോവേറ്റ് ഈസ് ദ കറക്റ്റ് IUPAC നെയിം. മീത്തൈൽ എത്തനോവേറ്റ്. CH3 CH3 C ഡബിൾ ബോണ്ടോ OCH3. ഈ കോമ്പൗണ്ട് പേര് പറയാം. ഈ കോമ്പൗണ്ട് പേര് പറയാം. സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആറ്റം അല്ലേ? മീത്തൈൽ. ഓക്കെ, 1 2 3. ആളുടെ പേരെന്താ? 2 മീത്തൈൽ പ്രൊപ്പനോവേറ്റ് അല്ലേ? യു സ്റ്റാർട്ട് വിത്ത് ദ ഗ്രൂപ്പ് കണക്റ്റഡ് ടു ഓക്സിജൻ ആറ്റം മീത്തൈൽ. പിന്നെ ആരാ വരുന്നത്? ഇതിനെ നെയിം ചെയ്യണം. എന്താണ്? 2 മീത്തൈൽ പ്രൊപ്പനോവേറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? ഇറ്റ്സ് മീത്തൈൽ 2 മീത്തൈൽ പ്രൊപ്പനോവേറ്റ്. ഈ കോമ്പൗണ്ട് പേരെന്താ? യു സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആറ്റം. അതാരാ? ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ്. ഐസോപ്രോപ്പൈൽ എത്തനോവേറ്റ്. ഐസോപ്രോപ്പൈൽ എത്തനോവേറ്റ്. ഈ കോമ്പൗണ്ട് പേരെന്താ പറയാം? യു സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആറ്റം അല്ലേ? ഓക്സിജനോട് അറ്റാച്ച് ഗ്രൂപ്പ് ഏതാ? പ്രൊപ്പൈൽ. പ്രൊപ്പൈൽ 1 2 3 4. പ്രൊപ്പൈൽ 2 മീത്തൈൽ ബ്യൂട്ടനോവേറ്റ്. പ്രൊപ്പൈൽ 2 മീത്തൈൽ ബ്യൂട്ടനോവേറ്റ്. ഇയാളുടെ പേരെന്താ? സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആറ്റം. ഇതാരാണ്? സൈക്ലോഹെക്സൈൽ. സൈക്ലോഹെക്സൈൽ എത്തനോവേറ്റ്. സൈക്ലോഹെക്സൈൽ എത്തനോവേറ്റ് ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എസ്റ്റേഴ്സിനെ നെയിം ചെയ്യുക. ഓക്കെ, ഒരു കേസും കൂടെ പറയാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യാം? ഇതിനെ നിങ്ങൾ മീത്തൈൽ എന്ന് പറഞ്ഞു അല്ലേ? സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഓക്സിജൻ ആറ്റം മീത്തൈൽ. ഇയാളെന്താ പറയുക? സൈക്ലോഹെക്സെയിൻ കാർബോക്സിലേറ്റ് എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ്? സൈക്ലോഹെക്സെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ കാർബണിനെ കൗണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കാർബോക്സിലേറ്റ് എന്ന് പറഞ്ഞത്. മീത്തൈൽ സൈക്ലോഹെക്സെയിൻ കാർബോക്സിലേറ്റ് എന്ന് വേണം പറയാൻ. ഇത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. യെസ്. പിന്നെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കഹോൾസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ഈതേഴ്സിന് എങ്ങനെ നെയിം ചെയ്യാം? നോമൻക്ലേച്ചർ ഓഫ് ഈതേഴ്സ്. ഓക്കെ, ആൽക്കോക്സി ആൽക്കെയിൻ, ദാറ്റ് ഈസ് എ നെയിം. ആൽക്കോക്സി ആൽക്കെയിൻ. ആൽക്കോക്സി എന്ന് പറയുന്ന പാർട്ട് എപ്പോഴും ചെറിയ പാർട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് പാരന്റ് ചെയിൻ. 1 2 3 4 അതാണ് പാരന്റ് ചെയിൻ. അപ്പോൾ എന്താ പറയുക? 1 ethoxy butane. 1 ethoxy butane. That is the correct IUPAC name. ഓക്കെ, ആൽക്കോക്സി ആൽക്കെയിൻ. ആൽക്കോക്സി എന്ന് പറയുന്ന പാർട്ട് ചെറിയ പാർട്ടായിരിക്കണം. ആൽക്കെയിൻ ആണ് പാരന്റ് ചെയിൻ. ഓക്കെ, അപ്പം 1 ethoxy butane. നെക്സ്റ്റ് വൺ
എടാ ഇവിടെ എവിടെയാണ് ഞാൻ 1 കൊടുക്കുക ഒന്ന് പറഞ്ഞേ. ഇവിടെ ഈ കാർബണിലാണോ ഞാൻ 1 കൊടുക്കുക അതോ ഈ കാർബണിലാണോ ഞാൻ 1 കൊടുക്കുക? ഒന്ന് പറഞ്ഞേ, എവിടെ ഞാൻ 1 കൊടുക്കുക? മക്കൾ പറ, ഏത് കാർബണിലാണ് ഞാൻ 1 കൊടുക്കുക? യെസ് യെസ് യെസ്, പെട്ടെന്ന് പറഞ്ഞേ. ഈ കാർബണിലാണോ 1 കൊടുക്കുക, ഈ കാർബണിലാണോ 1 കൊടുക്കുക? നോക്കൂ, സഫിക്സ് പ്രയോറിറ്റി ഉള്ള 13 ഫങ്ഷണൽ ഗ്രൂപ്പ് ഞാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർ വന്നു കഴിഞ്ഞാൽ, അവരും മൾട്ടിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. പക്ഷേ സഫിക്സ് പ്രയോറിറ്റി ഇല്ലാത്ത ബാക്കി ആളുകളുണ്ട്. ഈതർ, ഹാലോ ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്, ഇങ്ങനത്തെ ആര് വന്നാലും ഓർക്ക് മക്കളെ, മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ഹാവിങ് മോർ പ്രയോറിറ്റി. സഫിക്സ് പ്രയോറിറ്റി ഉള്ള 13 ഫങ്ഷണൽ ഗ്രൂപ്പും മൾട്ടിപ്പിൾ ബോണ്ടും വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. സബ്സ്റ്റിറ്റ്യൂന്റും മൾട്ടിപ്പിൾ ബോണ്ടും വന്നാൽ മൾട്ടിപ്പിൾ ബോണ്ടാണ് പ്രയോറിറ്റി കൂടുതൽ, ശ്രദ്ധിക്കുക. അപ്പം ഈതർ സഫിക്സ് പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണോ? 13 ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് സഫിക്സ് പ്രയോറിറ്റി. ആ ഓർഡർ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഗ്രൂപ്പിൽ വരുന്ന ആളാണോ ഈതർ? അല്ല. സോ ഇവിടെയാണ് 1 കൊടുക്കുന്നത്. ഈതറിന് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. മൾട്ടിപ്പിൾ ബോണ്ടും സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുമ്പോൾ മൾട്ടിപ്പിൾ ബോണ്ടാണ് പ്രയോറിറ്റി. 1 2 3 4 5 6 7. അപ്പോൾ പേര് പറയാം. 7 മെത്തോക്സി ഹെപ്റ്ററ്റൂയീൻ. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഇതൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. സപ്പോസ് ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിലോ? ഇങ്ങനെയാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ എവിടെയാണ് മക്കളെ 1 കൊടുക്കുക? ഇവിടെയാണോ 1 കൊടുക്കുക അതോ ഇവിടെയാണോ 1 കൊടുക്കുക? എവിടെയാണ് 1 കൊടുക്കുക? ചാറ്റ് ബോക്സ് പറഞ്ഞേ. നിങ്ങൾ ഇവിടെ 1 കൊടുക്കുമോ അതോ ഇവിടെ 1 കൊടുക്കുമോ? എവിടെയാണ് നിങ്ങൾ 1 കൊടുക്കുക? അപ്പോൾ നോക്കുക, ഇവിടെ സഫിക്സ് പ്രയോറിറ്റി ഉള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആര്? OH. സഫിക്സ് പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് മൾട്ടിപ്പിൾ ബോണ്ട് വന്ന ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം നേരെ മാറി. 1 2 3 4 5 6 7. ദാറ്റ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് നമ്പറിങ്. അപ്പം എന്താ പേര്? ഇറ്റ് ഈസ് hep5 1 all അല്ലേ? hep5 1 all is the correct IUPAC name of the compound. hep5 1 all. Ready? അപ്പം നിങ്ങൾ പറ, അലൈൽ ക്ലോറൈഡ്, യെസ്, അലൈൽ ക്ലോറൈഡ്. അലൈൽ ക്ലോറൈഡിൻ്റെ IUPAC നെയിം എന്താ? അലൈൽ ക്ലോറൈഡിൻ്റെ IUPAC നെയിം എന്താണ്? അലൈൽ ആൽക്കഹോളിൻ്റെ IUPAC നെയിം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് അലൈൽ ക്ലോറൈഡ്, സെക്കൻഡ് വൺ ഈസ് അലൈൽ ആൽക്കഹോൾ. രണ്ടുപേരുടെയും IUPAC നെയിം പറഞ്ഞേ. ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ടും സബ്സ്റ്റിറ്റ്യൂന്റും വന്നു. ആർക്കാ പ്രയോറിറ്റി? മൾട്ടിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. 1 2 3. അപ്പം എന്താ പേര്? 3-chloro-prop-1-ene എന്നാണ് അയാളുടെ പേര്. ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പും വന്നു. ആർക്കാ പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. 1 2 3. അപ്പം എന്താ പേര്? prop-2-in 1 all എന്നാണ് അയാളുടെ പേര്. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഗ്രൂപ്പും മൾട്ടിപ്പിൾ ബോണ്ടും വന്നാൽ, സഫിക്സ് പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പും മൾട്ടിപ്പിൾ ബോണ്ടും വന്നാൽ സഫിക്സ് പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്. സബ്സ്റ്റിറ്റ്യൂന്റും മൾട്ടിപ്പിൾ ബോണ്ടും വന്നാൽ മൾട്ടിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. ഓക്കെ, റെഡി മക്കളെ? അപ്പം നമ്മൾ ഒരുവിധം ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങളിങ്ങനെ നോക്കി പോവുക. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. നിങ്ങളെല്ലാവരും റിപ്പീറ്റേഴ്സ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഓർ +2 ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും അവരും എന്ത് ചെയ്യുക? NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. +2 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആ +2 ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ടേബിൾ കൊടുത്ത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറൈൻസ് എന്ന ചാപ്റ്ററിൽ കൊടുത്തൊരു ടേബിളാണ്. ഇതിൽ കുറേ കോമൺ നെയിമുകളുണ്ട്. ഈ കോമൺ നെയിമുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയുടെ IUPAC നെയിം എഴുതാൻ പറ്റണം. അതായത് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇത് മാത്രം നോക്കുക. സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിയോപെൻറ്റൈൽ ബ്രോമൈഡ്, ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്, അങ്ങനെ ഈ കോമൺ നെയിം എല്ലാത്തിൻ്റെയും നിങ്ങൾ വായിച്ച് പോവുക. ആൻഡ് യു മസ്റ്റ് ബി ഏബിൾ ടു റൈറ്റ് ഓൾ ദീസ്
കോമ്പൗണ്ട്സ്. ഇതിനെല്ലാത്തിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ എഴുതണം. എനിക്ക് ആക്ച്വലി എഴുതി തരണമെന്നുണ്ട്, ബട്ട് വി ഹാവ് ടൈം ലിമിറ്റേഷൻ. ഇപ്പം തന്നെ 10:30 ആയി, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ അതിലേക്ക് കിടക്കാത്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ കോമ്പൗണ്ടുകളെല്ലാം വായിച്ച് പോകണം. എന്നിട്ട് ആ കോമൺ നെയിം കേട്ടാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അയാളുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റണം, അതായത് അയാളുടെ IUPAC നെയിമും എഴുതാൻ പറ്റണം. ഓരോ കോമ്പൗണ്ടുകളുടെയും കോമൺ നെയിം വായിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റണം, അയാളുടെ IUPAC നെയിം പറയാൻ പറ്റണം. ഓക്കെ, എന്നിട്ട് ഇത് തന്നെ NCERTയുടെ ടേബിളാണ്. എന്നിട്ട് അയാളുടെ സ്ട്രക്ചർ കറക്റ്റാണോ നോക്കുക, നിങ്ങൾ എഴുതിയ IUPAC നെയിമും കറക്റ്റാണോ നോക്കുക. ഇതുപോലെ ഓരോ ചാപ്റ്ററും, ഇതിപ്പം ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. ഇതുപോലെ എവിടെ ഉണ്ട്, ആൽക്കഹോൾസിൽ കുറേ കോമൺ നെയിം കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളിൽ. ആ കോമൺ നെയിം എല്ലാം നിങ്ങൾ വായിച്ചാൽ ഉടനെ അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുക, അയാളുടെ IUPAC നെയിം എഴുതുക. അതേപോലെ ആൽക്കഹോളിൻ്റെ തന്നെ. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഈതേഴ്സ് വന്നിട്ടുണ്ട്. ഈതേഴ്സിൻ്റെ കോമൺ നെയിം കേട്ടിട്ട് എന്ത് ചെയ്യുക, അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുക, അയാളുടെ IUPAC നെയിം പറയാം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഓരോ ചാപ്റ്ററും ആൾഡിഹൈഡ്സിലേക്ക് പോവാം. ആ കുറേ ആൾഡിഹൈഡ്സിൻ്റെ കോമൺ നെയിംസ് ഉണ്ട്, അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുക, IUPAC നെയിം പറയാം. കാർബോക്സിലിക് ആസിഡ് കോമൺ നെയിംസ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുക, IUPAC നെയിം പറയാം. ഈ ഒരു കാര്യം നിങ്ങൾ അതേപോലെ അമീൻസിലും കുറേ അമീൻസ് ഉണ്ട്, അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുക, IUPAC നെയിം പറയാം. ഇത് നിങ്ങൾ നിർബന്ധമായും എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ചെയ്തു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു വെരി ക്ലോസ് ടു 2 hours, 2 മണിക്കൂറിന് അടുത്താവാനായി ഏതാണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. മോറോവർ ഇറ്റ്സ് 10:30. പക്ഷേ ഈ കോമ്പൗണ്ടുകളെല്ലാം നിങ്ങൾ ഇതിൻ്റെ കോമൺ നെയിം കേട്ടാൽ ഉടനെ അയാളുടെ സ്ട്രക്ചർ വരയ്ക്കുകയും IUPAC നെയിം പറയുകയും ചെയ്യണം. അതുകൂടെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഈസ് ദാറ്റ് ക്ലിയർ ടു യു? ആൻഡ് ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്, ഡു ഓൾ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നീറ്റിനും JEE മെയിൻസിനും വന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, സോ യെസ്, ദിസ് ഈസ് nomenclature from my side. I hope you enjoyed this session. നല്ലപോലെ വൃത്തിയായിട്ട് റിവൈസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം, ഇമ്പോർട്ടൻ്റ് ആയ കുറേ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം പോവുക. അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ കോമൺ നെയിമുകളൊക്കെ നോക്കി വെച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയും IUPAC നെയിമും നോക്കുകയും ചെയ്യുക. സോ ദാറ്റ് ഈസ് എ റിവിഷൻ ഓഫ് IUPAC nomenclature ഫോർ യു. കീപ് സ്റ്റഡിയിങ്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം കാണാം. അടിപൊളിയായിട്ട് GIB പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. സി യു വിത്ത് അനദർ ടോപ്പിക്. ബൈ. ഗുഡ് നൈറ്റ്.